ഹലോ ഓൾ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസിൽ ഏറ്റവും ആദ്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് തന്നെയാണ്. ആക്ച്വലി ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്തിനാണ് എന്നുള്ളത് പറഞ്ഞിട്ടാവാം നമുക്ക് അങ്ങോട്ട് പോകുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്, അത് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോവാം. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ റോ അല്ലെങ്കിൽ വളരെ ഒരു ബേസിക് ഫോമിലുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, എ സെറ്റ് ഓഫ് ഒരു വീലിൽ ഒരു സെറ്റ് ഓഫ് ബ്ലേഡ്സ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം വന്നിടിക്കുകയോ അല്ലെങ്കിൽ ഈ ബ്ലേഡ് കറങ്ങി വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്യുകയോ, അതായത് ഒരു ടർബൈനോ ഒരു പമ്പോ, ഈ രണ്ട് കാര്യങ്ങളിലായാലും നമ്മൾക്കൊരു വെള്ളം ജെറ്റിൽ വന്ന് ഇമ്പിഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ അതിലോട്ട് ഡയറക്റ്റ് പോകുന്നതിന് മുന്നേ വളരെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്ലേറ്റിൽ വന്നിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തുടങ്ങി അതിൻ്റെ ഒരു ഗ്രാജുവൽ ഫോമിലാണ് നമ്മൾ സാധാരണ ഒരു മെഷീൻ്റെ, അതായത് ഒരു റിയൽ കേസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനകത്തുള്ള ഇഫക്റ്റ് വരുന്നത് എന്ന് പഠിക്കുന്നതാണ് ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ കേസ്. സോ അവിടുത്തെ എല്ലാം ഒരു ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഈ ഒരു ടോപ്പിക്കാണ്, ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്. കമ്മിങ് ടു ദി ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജെറ്റ് നമ്മുടെ ഒരു പ്ലേറ്റിൽ വന്നിടിക്കുന്നു, പ്ലേറ്റ് ഓർ വെയിൻ എന്നതിനെ വിളിക്കാം. അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഇത് ഡ്യൂ ടു മൊമെൻറ്റം ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ജോലിയാണ്, അല്ലെങ്കിൽ ഈ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന വർക്ക് ടൺ കണ്ടുപിടിക്കുന്ന ജോലിയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ ഈ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. സോ ഇതിൻ്റെ ഒരു മേജർ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് കൊണ്ട്, എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹൈഡ്രോളിക് മെഷീനിൽ നമുക്കൊരു ബ്ലേഡാണ്, ആ ബ്ലേഡിൻ്റെ ഷേപ്പ് ഒരു കർവ് ഷേപ്പാണ്, അതിൻ്റെ അകത്തൊരു സീരീസ് ഓഫ് വെയിൻസ് ഉണ്ടാകും, അതിൻ്റെ അകത്താണ് നമ്മുടെ ജെറ്റ് വന്നിടിക്കുന്നത്. അപ്പോൾ നേരെ ആ ഒരു കേസിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിനൊന്ന് ചരിക്കാം, എന്നിട്ടൊരു കേർവ് ഷേപ്പുള്ള ഒരു പ്ലേറ്റിൽ കൊണ്ട് ഹിറ്റ് ചെയ്യിക്കാം. അതാണ് നമ്മൾ ഇവിടുത്തെ ഒരു ഗ്രാജുവൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഗെയിൻ ആദ്യമേ ഒരു മൂവിങ് പ്ലേറ്റിൽ വന്ന് ജെറ്റ് അടിക്കുമ്പോഴുള്ളത് അനലൈസ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡയറക്റ്റ് പറയുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ വന്നിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ നേരെ മൂവിങ് അല്ലെങ്കിൽ നമ്മളുടെ റിയൽ കേസിലോട്ട് പോകുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ഇവിടുത്തെ മേജർ രണ്ട് ക്ലാസിഫിക്കേഷൻ: ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് ആൻഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ മൂവിങ് പ്ലേറ്റ്. എഗെയിൻ ഇവർക്ക് രണ്ടുപേർക്കും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റേഷനറി പ്ലേറ്റ് തന്നെ നമുക്ക് സിംപ്ലി വെർട്ടിക്കലായിട്ട് വയ്ക്കാം, ഒരു ചെറിയ ആംഗിൾ കൊടുത്ത് വയ്ക്കാം, എഗെയിൻ നമ്മളുടെ യൂസ്ഫുൾ ഫോമായ ഒരു കേർവ്ഡ് ഷേപ്പ് കൊണ്ട് വയ്ക്കാം. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കേസാണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് വെൻ ദ പ്ലേറ്റ് ഈസ് വെർട്ടിക്കൽ ടു ദി ജെറ്റ്. അതായത് വരുന്ന ജെറ്റിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആക്കിക്കൊണ്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ചാൽ ആ ജെറ്റ് ഈ പറയുന്ന പ്ലേറ്റിൽ വന്നിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്. സോ ഫസ്റ്റ് വൺ, പ്ലേറ്റ് ഈസ് വെർട്ടിക്കൽ ടു ദ ജെറ്റ്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ നമുക്കൊരു ടർബൈൻ ആണെങ്കിലും, ജനറലി ഒരു ടർബൈൻ ആണെങ്കിൽ ഈ ടർബൈൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈസിലെല്ലാം ഒരു ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആണ് വരുന്നത്. അപ്പോൾ അയാളെ നമ്മളൊരു ജെറ്റ് ആക്കാനായിട്ട് നമ്മളൊരു നോസിലൂടെ കടത്തിവിടും. അത് തന്നെയാണ് ഈ ഫിഗറിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു പൈപ്പ്. ആ പൈപ്പിൽ നിന്നും നമ്മളൊരു നോസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നോസിൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മളുടെ ഈ പറയുന്ന പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിനെ ഹൈ കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്ന ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു കേസിങ് മാത്രം. അതാണ് നമ്മുടെ നോസിൽ. അതായത് ഇയാൾ പ്രത്യേകിച്ച് എനർജി അഡീഷനോ റിജക്ഷനോ ഒന്നും നടത്തുന്നില്ല. എഗെയിൻ നോസിലൂടെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു ജെറ്റ് ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ സ്മോൾ എ ആണെന്ന് വിചാരിക്കുക. ആ നോസിലിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി വരുന്ന ജെറ്റിൻ്റെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു വി വെലോസിറ്റിയിൽ വരുന്ന ജെറ്റിൻ്റെ പാത്തിൽ
അതായത് അതിൻ്റെ ഒരു ആക്സിസിൽ നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ള പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, അതിനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റേഷനറി ആയിട്ടുള്ള പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണോ പ്ലേറ്റിൻ്റെ സർഫസ് അല്ലെങ്കിൽ അലൈൻഡ് ആയിരിക്കുന്ന സർഫസ്, അതിന് എലോങ് ആയിട്ട് നമ്മളുടെ ജെറ്റ് മൂവ് ചെയ്ത് പുറത്തോട്ട് പോകും. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇത് വളരെ ഒരു ഐഡിയൽ കേസാണ്. അതായത് ഇവിടെ ജെറ്റ് വരുന്നു, ഈ ഒരു പ്ലേറ്റിൽ യാതൊരു തരത്തിലുള്ള ഫ്രിക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം, എഗെയിൻ വരുന്ന ജെറ്റിന് പ്രഷർ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതായത് ജെറ്റ് വരുന്നു, നമ്മുടെ പ്ലേറ്റിലിടിക്കുന്നു, ജെറ്റ് വരുന്ന വെലോസിറ്റി വി, പ്ലേറ്റിലിടിക്കുന്ന വെലോസിറ്റിയും വി, അത് പുറത്തോട്ട് ഇറങ്ങി വരുന്ന വെലോസിറ്റിയും വി. ഒരേ ഒരു ചേഞ്ച് ഉള്ളത് അതിൻ്റെ ഡയറക്ഷനാണ്. എന്താണോ പ്ലേറ്റിൻ്റെ സർഫസിൻ്റെ ആംഗിൾ, അതേ ആംഗിളിലായിരിക്കും നമ്മളുടെ ജെറ്റ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. സോ വി വെലോസിറ്റിയിൽ വരുന്നു, സ്ട്രൈക്ക് ചെയ്തു, പുറത്തോട്ട് വി വെലോസിറ്റിയിൽ തന്നെ പോയി ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ 90 ഡിഗ്രി ടു ദി ഡയറക്ഷൻ, ഇൻകമിങ് ഡയറക്ഷൻ, നമ്മൾ വരുന്ന ഡയറക്ഷന് 90 ഡിഗ്രിയിലാണ് നമ്മളുടെ പുറത്തോട്ട് ജെറ്റ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം, ഇത് വളരെ ഐഡിയൽ കേസാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കേസ് നമ്മൾക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെ ഒരു കേസിൽ എന്താണ് ജെറ്റ് നമ്മളുടെ പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്? യൂഷ്വലി നമ്മൾക്ക് PSCയുടെ വ്യൂ പോയിന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് തന്നെ പോവാം. പക്ഷേ ഇനി നമുക്ക് ഒരുപാട് കേസ് ഉണ്ടുണ്ട്, അപ്പം അതിലോട്ടൊക്കെല്ലാം നമുക്ക് ഈ പറയുന്ന ഡെറിവേഷൻ സ്കിപ്പ് ചെയ്യാം. ഇത് വളരെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇതെങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസിലൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോഴ്സ് അനലൈസ് ചെയ്യുന്നത് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ്. അത് പറയുന്നത് നമുക്കറിയാം, നെറ്റ് ഫോഴ്സ് എക്സെർട്ട് ഓൺ എ ബോഡി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പോൾ FX, ഇതിനകത്ത് X എന്ന് പറയുന്നതാണ്, അതായത് ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ജെറ്റിൻ്റെ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ FX എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. X ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആ ഒരു ഡയറക്ഷനിലുള്ള ജെറ്റിൻ്റെ മൊമെന്റത്തിനുണ്ടാവുന്ന ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം ബൈ ടൈം എന്നെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ പ്ലേറ്റ് ജെറ്റിലാണ് ഫോഴ്സ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം കൊടുക്കായിരുന്നു. ഇത് ജെറ്റ് പ്ലേറ്റിൽ കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. എഗെയിൻ മൊമെന്റം എന്താണെന്ന് നമുക്കറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ മൊമെന്റം. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യുമ്പോൾ ഇനീഷ്യൽ മൊമെന്റം, മാസ് ഇൻറ്റു ഫൈനൽ ചെയ്യുമ്പോൾ ഫൈനൽ മൊമെന്റം. ഇവിടെ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് ആണ് മാസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ്. ഇനി ഈ പറയുന്ന മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് മാസ് വേറെ നമ്മൾ മാസ് അഡീഷനോ റിജക്ഷനോ നടത്തുന്നില്ല. സോ മാസ് കോൺസ്റ്റന്റ് ആണ്. മാസിനെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ ടൈം, ആ ടൈം താഴെ കിടക്കുന്നത്. സോ മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ആ ഡയറക്ഷനിൽ നമ്മളുടെ ജെറ്റ് പ്ലേറ്റിൽ വന്ന് ഇടിക്കുന്ന കാര്യത്തിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇനി മാസ് ബൈ ടൈമിനെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് എന്ന് വിളിക്കാം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ആ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയാം. അല്ലെങ്കിൽ മാസ് ബൈ ടൈമിനെ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ബൈ ടൈം എന്ന് പറയാം. വോളിയം ബൈ ടൈം എന്ന് പറയുന്നതാണ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ജെറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. സോ A ഇൻറ്റു വി ഇൻറ്റു റോ ചെയ്യുമ്പോൾ നമുക്ക് മാസ് ബൈ ടൈം അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് കിട്ടും. സോ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് മൈനസ് ഫൈനൽ വെലോസിറ്റി ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. സോ മാസ് ഫ്ലോ റേറ്റ് റോ എ വി ചെയ്തു. വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് നമുക്കിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം V ആണ്. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഈ ഡയറക്ഷൻ X ഡയറക്ഷനിൽ നമ്മളുടെ വെലോസിറ്റി കമ്പോണന്റ് നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. കാരണം സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം V എന്ന് പറയുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ Y ഡയറക്ഷനിലാണ് കിടക്കുന്നത്, നേരെ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോയിരിക്കുന്നത്. സോ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത്, അതായത് ഇൻ X ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം. അതുകൊണ്ടിട്ട് റോ എ വി ഇൻറ്റു വി മൈനസ് 0. സോ റോ എ വി ഇൻറ്റു വി, റോ എ വി സ്ക്വയർ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ പ്ലേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അതായത് നമ്മളുടെ ജെറ്റ് വരുന്നു,
ആ ജെറ്റിന്റെ ഡയറക്ഷനിൽ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നു. അതിൽ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട വൺ ഓഫ് ദി മേജർ ഇക്വേഷൻ ആണ് റോ എ വി സ്ക്വയർ എന്ന് പറയുന്നത്. ഇതേപോലെ പല പല കേസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വെർട്ടിക്കൽ പ്ലേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ഇൻക്ലൈൻഡ്, നമ്മളുടെ ജെറ്റിന് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേറ്റ് ആണ്. ഇനി ഈ ഒരു ഫിഗർ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ നമ്മളുടെ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് വിത്ത് ആൻ ആംഗിൾ തീറ്റ, നമ്മളുടെ ഡയറക്ഷൻ ഓഫ് ജെറ്റിന് ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്ന രീതിക്കാണ് നമ്മളുടെ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഈ തീറ്റ എല്ലാവരും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ ബ്ലൂ കളറിലാണ് നമ്മളുടെ നോർമൽ ഡയറക്ഷൻ. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഫ്ലാറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. സോ ഈ പ്ലേറ്റിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന കമ്പോണന്റ് ആണ് നോർമൽ. ഇനി ഈ നോർമലിന് നമുക്ക് റിസോൾവ് ചെയ്ത് എഫ് എക്സ് എന്നും എഫ് ഐ എന്നും പറയാം. എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് ജെറ്റ്, എഫ് ഐ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അപ്പോൾ അതിന്റെ ഒരു റിസോൾവിങ് ആണ് ഈ അടുത്തുള്ള ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്ലേറ്റ് ആണ് റെഡ് കളറിലുള്ളത്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയാം. സോ എഫ് എന്നിന്റെ അഡ്ജസന്റ് കമ്പോണന്റ് ആണ് എഫ് വൈ, എഫ് എന്നിന്റെ ഓപ്പോസിറ്റ് കമ്പോണന്റ് ആണ് എഫ് എക്സ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എഫ് എൻ എന്ന് പറയുന്നത് എഫ് വൈ കോസ് തീറ്റയും എഫ് എൻ എന്ന് പറയുന്നത് എഫ് വൈ എന്ന് പറയുന്നത് എഫ് എൻ കോസ് തീറ്റയും എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എൻ സൈൻ തീറ്റയും ആയിട്ട്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഒരു റിസോൾവിങ്ങില്? ഓക്കെ, ഇല്ലാന്നൊരു അസംഷനിൽ ഞാൻ പോവാണ്. ഇനി വി എന്ന് പറയുന്നത് നമ്മൾ തീറ്റ മേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വിയുടെ നോർമൽ ഡയറക്ഷനിലുള്ള വാല്യൂ എന്ന് പറയുന്നത് വി സൈൻ തീറ്റ ആയിരിക്കും. അത് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. തീറ്റ മേക്ക് ചെയ്യുന്നത് പ്ലേറ്റും ജെറ്റിന്റെ എക്സ് ഡയറക്ഷനും ആണ് എങ്കിൽ നോർമൽ ഡയറക്ഷനിൽ വി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കമ്പോണന്റ് ആണ്, അതായത് സൈൻ തീറ്റ ആയിട്ട് വരും. സോ നോർമൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് വി സൈൻ തീറ്റയാണ്. നോർമൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് വി സൈൻ തീറ്റ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എഫ് എക്സ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് മൈനസ് ഫൈനൽ വെലോസിറ്റി ഓഫ് ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഇവിടെയും ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് ആ നോർമൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. അപ്പൊ നോർമൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇൻകമിങ് വെലോസിറ്റി മാത്രമേ നമുക്ക് കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് നമുക്ക് കമ്പോണന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവിടത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു velocity of jet before striking in the direction of n normal minus final velocity of jet after striking in the direction of n. അത് നമ്മൾ നോക്കുമ്പോൾ എഫ് എൻ ഇൻറ്റു റോ എ വി പഴയതുപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റ് റോ എ വി, വി സൈൻ തീറ്റയാണ് ഇൻകമിങ് വെലോസിറ്റി, 0 ആണ് ഔട്ട് ഗോയിങ് വെലോസിറ്റി. അതായത് നോർമൽ ഡയറക്ഷനിൽ നമുക്ക് ഔട്ട് ഗോയിങ് വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് 0. സോ റോ എ വി ഇൻറ്റു വി സൈൻ തീറ്റ റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. ഇവിടെയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇത്. എഫ് എൻ ഇസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത് പോലെ എഫ് എക്സ് എഫ് വൈ എന്ന് നമുക്ക് നമ്മളുടെ നോർമലിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റും എഫ് വൈ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് എൻ സൈൻ തീറ്റ എന്നും എഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൻ കോസ് തീറ്റ എന്നും പറയാം. അതിൽ എഫ് എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ളതാണ് റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമ്മൾ അടുത്ത ഗ്രാജുവൽ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അതായത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഫ്ലാറ്റ് പ്ലേറ്റോ ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റോ അല്ല ഒരു ടർബൈനിലോ ഒരു പമ്പിലോ വരുന്നത്. അവിടെ കുറച്ചും കൂടെ ഒരു ബ്ലേഡ് ഷേപ്പ് അല്ലെങ്കിൽ വെയിൻ ഷേപ്പ് എന്ന് പറയുന്ന ഒരു കേർവ്ഡ് ഷേപ്പ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടേമിലോട്ട് വരാൻ അല്ലെങ്കിൽ
ഈ കേർവ്ഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കേർവ്ഡ് പ്ലേറ്റിന്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ എഗെയിൻ ഡി ഡയമീറ്റർ, എ ഏരിയ ക്രോസ് സെക്ഷൻ, വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വരുന്ന ജെറ്റ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കേർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിലാണ് ഹിറ്റ് ചെയ്യുന്നത്. സെന്ററിൽ, വളരെ ശ്രദ്ധയോടെ നോക്കണം, ഇത് നമ്മൾ സെന്ററിൽ, അതായത് ഇവിടെ നമ്മൾക്ക് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു കേർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിൽ ഹിറ്റ് ചെയ്യാം, അതിന്റെ ടാൻജൻഷ്യൽ ഹിറ്റ് ചെയ്യാം. എഗെയിൻ ഈ ഒരു കേർവ്ഡ് പ്ലേറ്റ് നമ്മളിവിടെ സിമെട്രിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സിമെട്രിക് പ്ലേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമെട്രിക് ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബ്ലേഡിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും മേലെയും താഴെയും കിട്ടുക. അത്തരം ഒരു സാധനത്തിന്, അല്ലെങ്കിൽ അത്തരം ഒരു ക്രോസ് സെക്ഷനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നതാണ് സിമെട്രിക് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ആക്സിസിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും താഴെയും നമുക്ക് കിട്ടുന്നത് ഒരു മിറർ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഒരു തീറ്റ ആംഗിൾ കാണിച്ചിരിക്കുന്നത്. ആ ബ്ലേഡിന്റെ ആംഗിൾ മേളിലും താഴെയും തീറ്റ തന്നെയാണ്. സിമെട്രിക് അല്ല എന്നുണ്ടെങ്കിൽ, മുകളിൽ തീറ്റയാണെന്നുണ്ടെങ്കിൽ താഴെ ഫൈ ആയിരിക്കും. അതാണ് അൺസിമെട്രിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു കേർവ്ഡ് പ്ലേറ്റ്, അതിന്റെ സെൻട്രൽ ഹിറ്റ് ചെയ്യുന്നു, ആൻഡ് ദ ബ്ലേഡ് ഈസ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുമ്പോൾ മേലെയും താഴെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി അങ്ങനെ നമ്മളുടെ ജെറ്റ് വരുന്നു. ജെറ്റ് വന്ന് നമ്മളുടെ സെന്റർ ഓഫ് ദി കേർവ്ഡ് പ്ലേറ്റിൽ ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ എലോങ് ദ സർഫസ് ഓഫ് ദ പ്ലേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണോ ആ പ്ലേറ്റിന്റെ സർഫസ്, അതേ ഡയറക്ഷനിൽ നമ്മളുടെ ജെറ്റ് പുറത്തോട്ട് പോകുന്നു. സോ സെന്ററിൽ വന്നിടിക്കുന്നു, അതേ ഡയറക്ഷനിൽ പുറത്തോട്ട് പോകുന്നു. ഇനി ഈ ഒരു കേർവ്ഡ് പ്ലേറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അതുകൊണ്ട് തന്നെ എലോങ് ദ സർഫസ് ഓഫ് ദ പ്ലേറ്റിൽ കൂടെ പോകുന്ന ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. സോ അതാണ് ഇവിടെ എക്സിറ്റിലെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. വി വെലോസിറ്റിയിൽ വരുന്ന ജെറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് വി വെലോസിറ്റി തന്നെ പോകുന്നു. ഇവിടെ എല്ലാം അതേ വെലോസിറ്റി തന്നെയാണ് പോകുന്നത്, കാരണം ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. വി വെലോസിറ്റിയിൽ വരുന്ന ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ ഇവിടെ റിസോൾവ് ചെയ്യാം. ഒന്ന് വി കോസ് തീറ്റ ആൻഡ് ദി അതർ ഈസ് വി സൈൻ തീറ്റ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, വി കോസ് തീറ്റ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, നമ്മളുടെ ജെറ്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ്. വി സൈൻ തീറ്റ എന്ന് പറയുന്നത് ജെറ്റിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന കമ്പോണന്റ് ആണ്. വി കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ജെറ്റിന്റെ ഡയറക്ഷൻ വി സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു ജെറ്റ് ഡയറക്ഷൻ. ഇനി ഒരു കാര്യം കൂടെ, നമ്മളുടെ ജെറ്റ് വരുന്ന ഡയറക്ഷൻ എക്സ് ഡയറക്ഷന്റെ പോസിറ്റീവ് സൈഡാണ്, അതായത് വലത്തോട്ടാണ് നമ്മളുടെ ജെറ്റ് വരുന്നത്. ഇനി പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ജെറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇടത്തോട്ടാണ്, അതായത് വി കോസ് തീറ്റയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇടത്തോട്ടാണ്. സോ വലത്തോട്ട് വരുന്നത് വി, എക്സിറ്റിൽ പുറത്തോട്ട് പോകുന്നത് ഇടത്തോട്ട് വി കോസ് തീറ്റ. അങ്ങനെ ഇടത്തോട്ട് പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഫോഴ്സ് എക്സേർട്ടഡ് കണ്ടുപിടിക്കാനുള്ള ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ അവിടെ എടുത്തു പറയുന്നുണ്ട് ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഡയറക്ഷൻ ഓഫ് ജെറ്റിന്റെ അതേ ഇതിലാണ് നമ്മൾ എടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻകമിങ് വെലോസിറ്റി വലത്തോട്ട് പോകുന്നു വി. ഇനി എക്സിറ്റ് വെലോസിറ്റി പുറത്തോട്ട് വരുന്നു വി കോസ് തീറ്റ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ആ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടിട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ദ എക്സിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് മൈനസ് വി കോസ് തീറ്റ ആയിരിക്കും. മൈനസ് വി കോസ് തീറ്റ. ഇനി വെലോസിറ്റി ഓഫ് പെർപെൻഡിക്കുലർ വി സൈൻ തീറ്റ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. അപ്പോൾ എഫ് എക്സ് എടുക്കുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു എക്സ് ഡയറക്ഷനുള്ള ഇൻലെറ്റ് വെലോസിറ്റി മൈനസ് എക്സ് ഡയറക്ഷനുള്ള ഔട്ട്ലെറ്റ് വെലോസിറ്റി. എക്സ് ഡയറക്ഷനുള്ള ഇൻലെറ്റ് വെലോസിറ്റി വി ആണ്, ഔട്ട്ലെറ്റിലുള്ള എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് വി കോസ് തീറ്റയാണ്. അപ്പോൾ റോ എ വി ഇൻറ്റു വി മൈനസ് വി കോസ് തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് മൈനസ് പ്ലസ് ആയി വരും. വിയും കൂടെ പുറത്തെടുത്തു കഴിഞ്ഞാൽ റോ എ വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റയാണ്
ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദി എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ നമ്മളുടെ ജെറ്റ് പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. സിമിലർലി നമുക്ക് എഫ് വൈ കണ്ടുപിടിക്കാം. അത് ഇതേപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു V1y മൈനസ് V2y. V1y V2y എന്ന് പറയുന്നത് ഇൻലെറ്റ് വെലോസിറ്റി എക്സിറ്റ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻകമിങ് വെലോസിറ്റിക്ക് വൈ കമ്പോണന്റ് ഇല്ല, എക്സിറ്റ് കമ്പോണന്റ് മാത്രമേ വൈ കമ്പോണന്റ് ഉള്ളൂ. അപ്പോൾ ഇൻകമിങ് വെലോസിറ്റിയിലുള്ള വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് 0 ആണ്, എക്സിറ്റിനകത്തുള്ളത് വി സൈൻ തീറ്റ ആണ്. സോ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 മൈനസ് വി സൈൻ തീറ്റ മൈനസ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ നമുക്കിവിടെ കിട്ടും. ഇതെല്ലാമാണ് നമ്മള് ഹലോ സാർ നമുക്ക് പെന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും? കേൾക്കാം. പെന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ മൗസ് പോയിന്റർ ചില സമയത്ത് ലാഗ് വരുന്ന കാരണം സാറ് മൂവ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അങ്ങോട്ട് ക്ലിയർ ആണ്. ഞാൻ സോറി കേട്ടോ, അടുത്ത ക്ലാസ് തൊട്ട് അത് ഒന്ന് ഡീൽ ചെയ്യാവേ. ഞാൻ ഇന്ന് ആ പോയിന്റർ ഇല്ല എന്റെ കയ്യില്. ആണോ? അടുത്ത ക്ലാസ് അവസാനം പറഞ്ഞിട്ടുള്ള പോയിന്റ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഒന്നുകൂടെ പറയാം. എഫ് എക്സ് വരെ എടുത്തിയോ? എഫ് എക്സ് വരെ ഉള്ള ഓക്കെ. അടുത്ത എഫ് വൈ. എഫ് വൈ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേറ്റിൽ എഫ് വൈ ഡയറക്ഷൻ ജെറ്റിന്റെ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് വൈ. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇൻകമിങ് വെലോസിറ്റി V1y മൈനസ് V2y. ഇവിടെ റോ എ വി അതിന് യാതൊരു ചേഞ്ചസും ഇല്ല, റോ എ വി തന്നെയാണ്. ഇനി V1y മൈനസ് V2y ഇൻലെറ്റ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ. നമുക്ക് ഇതാണ് ഇൻലെറ്റ് വെലോസിറ്റി. അത് എക്സ് ഡയറക്ഷനുള്ള ആളാണ്, അതിന് കമ്പോണന്റും ഇല്ല വൈ ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ V1y എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ V2y എന്ന് പറയുന്നത് എക്സിറ്റിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് ഇൻ വൈ ഡയറക്ഷൻ. എക്സിറ്റിൽ നമുക്ക് വൈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, അത് മുകളിലോട്ടായതുകൊണ്ട് അതിന് നമുക്ക് പോസിറ്റീവ് വി സൈൻ തീറ്റ എന്ന് പറയാം. സോ V2yക്ക് നമുക്ക് ഇവിടെ V2yക്ക് നമുക്കിവിടെ വി സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ റോ എ വി ഇൻറ്റു 0 മൈനസ് വി സൈൻ തീറ്റ, 0 മൈനസ് വി സൈൻ തീറ്റ മൈനസ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് എഫ് വൈ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്ലേറ്റ് ഇൻ വൈ ഡയറക്ഷൻ. ക്ലിയർ ആണോ? ഹലോ ക്ലിയർ. സാർ അതേപോലെ സ്റ്റോപ്പ് ഷെയറിംഗ് ഹൈഡ് ഒന്ന് ക്ലിയർ ആക്കണം, ഹൈഡ് ആക്കി കൊടുക്കാം. ഓക്കെ. സോറി. ഓക്കെ. അടുത്ത ഇനി അതായത് നമ്മൾ ഓരോ പല ടൈപ്പ് ഓഫ് ടർബൈൻസ് ഉണ്ട്. അതിൻ്റെ അകത്തെല്ലാം തന്നെ അല്ലെങ്കിൽ നമുക്ക് ടർബൈൻസിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ആണ്. അതായത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ സെന്റർ ഓഫ് ദ പ്ലേറ്റിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയൽ ആയിരിക്കും. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ സ്റ്റേഷനറി പ്ലേറ്റിന്റെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ടാൻജൻഷ്യലി ഒരു പ്ലേറ്റിന്റെ ടാൻജന്റ് ഡയറക്ഷനിൽ നമ്മളുടെ ജെറ്റ് വരുന്നു. എഗെയിൻ ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളുടെ ജെറ്റ് വരുന്നു, അയാള് പ്ലേറ്റിന്റെ ആംഗിൾ എന്താണോ അതേ ആംഗിളിലാണ് ജെറ്റ് വരുന്നത്, അതിൽ സ്ട്രൈക്ക് ചെയ്ത് പുറത്തോട്ട് പോകുന്നു, എഗെയിൻ അതേ ആംഗിൾ. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ടിട്ടാണ് ഇൻലെറ്റിൽ ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നെയായിരിക്കും ഔട്ട്ലെറ്റിൽ ജെറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ. എഗെയിൻ ഇതൊരു തീറ്റ കമ്പോണന്റ് ഉള്ളത് കൊണ്ടിട്ട് നമുക്കിവിടെ റിസോൾവ് ചെയ്യാം എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ. എക്സ് ഡയറക്ഷൻ ഉള്ളതിനെ നമ്മൾ വി കോസ് തീറ്റ, വൈ ഡയറക്ഷൻ വി സൈൻ തീറ്റ, പുറത്തും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി കോസ് തീറ്റ വി സൈൻ തീറ്റ. ഹിയർ അഗെയിൻ ജെറ്റിന്റെ ഇൻലെറ്റില് വെലോസിറ്റി ഓഫ് ജെറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡാണ്, വലത്തോട്ടാണ് പോകുന്നത്. എന്നാൽ ഔട്ട്സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇടത്തോട്ടാണ് പോകുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ എഫ് എക്സ് ഉണ്ട്, എഫ് വൈ ഉണ്ട്, സ്ട്രൈക്കിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ ഉണ്ട്, ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ വൈ ഡയറക്ഷൻ ഉണ്ട്. എഫ് എക്സ് നമ്മൾ വലത്തോട്ടാണ്, അതുകൊണ്ട് വി കോസ് തീറ്റ നമുക്ക് ഇവിടെ ഇൻലെറ്റിലുള്ളത് പോസിറ്റീവ് എന്നും
ഇവിടെ വി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇടത്തോട്ടായതുകൊണ്ട് നെഗറ്റീവ് എന്ന് നമ്മൾ പറയേണ്ടി വരും. സോ v1x എന്ന് പറയുന്ന വി കോസ് തീറ്റയും v2x എന്ന് പറയുന്നത് മൈനസ് വി കോസ് തീറ്റയും. പക്ഷേ നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻലെറ്റിൽ വി സൈൻ തീറ്റ മുകളിലോട്ട്, ഔട്ട്ലെറ്റിൽ വി സൈൻ തീറ്റ മുകളിലോട്ട്. രണ്ട് മുകളിലോട്ടാണ്. മുകളിലോട്ടുള്ളതിന് നമ്മൾ പോസിറ്റീവ് സൈൻ ആണ് എടുക്കുന്നത്. സോ Fy രണ്ടും v1y അതെ v2y അതെ രണ്ടും പോസിറ്റീവ് കമ്പോണൻസ് ആണ്. സോ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് Fx എടുക്കുമ്പോൾ റോ എ വി v1x മൈനസ് v2x, അവിടെ നേരത്തെ പറഞ്ഞ പോലെ വി കോസ് തീറ്റ മൈനസ് വി കോസ് തീറ്റ. അഗെയിൻ വി കോസ് തീറ്റ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 1 + 1 2 ആവും. 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ. Fy റോ എ വി ഇൻറ്റു v1y മൈനസ് v2y, ഇവിടെ വി സൈൻ തീറ്റ മൈനസ് വി സൈൻ തീറ്റ വിച്ച് വിൽ ബി 0. സോ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല, ഓൺലി ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ ഫോഴ്സിന്റെ. അനദർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അൺസിമെട്രിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമെട്രിക്കൽ അതിന്റെ ആക്സിസിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഇമേജ് ആയിരിക്കും. അതായത് അതിന്റെ ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് സിമെട്രിക്കൽ. ബട്ട് ഇൻ റിയലിസ്റ്റിക് കേസ് നമുക്ക് അത് ഒരിക്കലും സിമിലർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് അൺസിമെട്രിക്കൽ ആവാം. സോ അൺസിമെട്രിക്കൽ കേസിൽ ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റിന് നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ അറ്റ് ഔട്ട്ലെറ്റിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കാം. അറ്റ് ഇൻലെറ്റിൽ തീറ്റ എന്നും ഔട്ട്ലെറ്റിൽ ഫൈ എന്നും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വെലോസിറ്റി കമ്പോണന്റ്, ഇൻലെറ്റ് വെലോസിറ്റി v ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണൽ കമ്പോണന്റ് v1x-നെ v കോസ് തീറ്റയും അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് v സൈൻ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ എക്സിറ്റില് നമുക്ക് കോസ് തീറ്റയ്ക്ക് പകരം കോസ് ഫൈ ആയി, സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ ഫൈ ആയി. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ, പക്ഷെ ഇവിടെ തീറ്റയും ആയിരുന്നുവെങ്കിൽ ഇവിടെ തീറ്റയും ഫൈയും ആണ്. അതുകൊണ്ട് വി കോസ് തീറ്റ വി സൈൻ തീറ്റ അറ്റ് ഇൻലെറ്റ്, പക്ഷേ ഔട്ട്ലെറ്റിൽ വി കോസ് ഫൈ സൈൻ ഫൈ. എഗെയിൻ വി കോസ് ഫൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് നമ്മളിവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. ബാക്കി വെർട്ടിക്കൽ കമ്പോണന്റ് രണ്ടും മുകളിലോട്ട് തന്നെയാണ്. അപ്പം നമുക്ക് അവിടുത്തെ ഫോഴ്സ് എക്സേർട്ടഡ് നോക്കാം. Fx is equal to rho a v into v1x മൈനസ് v2x. അവിടെ റോ എ വി ഇൻറ്റു v1x എക്സ് കമ്പോണന്റ് ഉള്ളത് വി കോസ് തീറ്റയും മറ്റേത് മൈനസ് വി കോസ് ഫൈ ആണ്. അവിടെ വി മാത്രമേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുള്ളൂ. സോ വി പുറത്തെടുത്താൽ റോ എ വി സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് ഫൈ. അതേപോലെ വെർട്ടിക്കൽ കമ്പോണന്റിൽ വി സൈൻ തീറ്റ മൈനസ് വി സൈൻ ഫൈ ആണ്. വി അഗെയിൻ പുറത്തെടുത്താൽ റോ എ വി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് സൈൻ ഫൈ എന്നുള്ളൊരു ഇത് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റേഷനറി പ്ലേറ്റ്സിൽ വരുന്ന മേജർ കേസസ്. അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റിൽ നമുക്ക് ഫ്ലാറ്റ് പ്ലേറ്റ് തന്നെ, അത് സ്റ്റേഷനറി ആയിട്ടുള്ള ഫ്ലാറ്റ് പ്ലേറ്റിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും വെക്കാം, ഇൻക്ലൈൻഡ് ആയിട്ടും വെക്കാം. ഇനി അതിൽ നിന്നുള്ള ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് കേർവ്ഡ് പ്ലേറ്റ്. കേർവ്ഡ് പ്ലേറ്റിൽ നമ്മൾ സെന്ററിൽ ഹിറ്റ് ചെയ്തു, അതിനെ തന്നെ നമ്മളൊരു സിമെട്രിക്കൽ പ്ലേറ്റിൽ ടാൻജൻഷ്യൽ ആയിട്ട് ഹിറ്റ് ചെയ്തു, അതിനെ തന്നെ നമ്മളൊരു അൺസിമെട്രിക്കൽ പ്ലേറ്റിലും ഹിറ്റ് ചെയ്തു. അവിടെ എല്ലാം വരുന്ന ഫോഴ്സസിന്റെ ഇക്വേഷൻസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴുള്ള ട്രെൻഡിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്താലേ നമുക്ക് അത്തരം ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനെ നമ്മൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ കാണുന്ന ടേബിളിലുള്ള എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവർ ബൈ ഹാർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡെറിവേഷനിലെങ്കിലും നമുക്ക് കൊണ്ടുവരാം. വലിയ സമയം കൺസ്യൂം ചെയ്യുന്നതല്ല ആ പറഞ്ഞ ഡെറിവേഷനെങ്കിലും മേജർ കോൺസെപ്റ്റ് ആദ്യം പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് വൈസ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ. സോ ആ ഒരു ഫസ്റ്റ് ഡെറിവേഷൻ മാത്രം ഒന്ന് നോക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെത്താനെ നോക്കി അല്ലെങ്കിൽ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നമ്മുടെ യെറ്റ് അഗെയിൻ അനദർ ഒരു റിയലിസ്റ്റിക് കേസ്, മൂവിങ് പ്ലേറ്റ്. നമുക്ക് സ്റ്റേഷനറി എന്ന് പറയുന്നതല്ല ഒരിക്കലും ഒരു ടർബൈൻ്റെയോ പമ്പിൻ്റെയോ കേസിൽ. ഇവരെല്ലാവരും തന്നെ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്.
സോ മൂവ് ചെയ്യുന്ന ഒരു കേർവ്ഡ് പ്ലേറ്റ് എന്ന് ഡയറക്റ്റ് പറയുന്നതിനേക്കാളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വേർട്ടിക്കൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വേർട്ടിക്കലി മൂവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഗ്രാജുവലി മറ്റേ നമ്മളുടെ സിറ്റുവേഷനിൽ പോകുന്നതായിരിക്കും വളരെ ഉചിതമായിട്ടുള്ളത്. ഇവിടെ മൂവിങ് പ്ലേറ്റിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ആക്ച്വലി അത് മാത്രമാണ് നമുക്കിവിടെ ഒരു ക്ലാസിഫൈ ചെയ്ത് പറയാനായിട്ടുള്ളത്. ബാക്കിയുള്ളത് എല്ലാം തന്നെ നമ്മൾ അവിടെ പറഞ്ഞ കേസസിന് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വളരെ സാമ്യമുള്ളത് തന്നെയാണ്. ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡിലോ പറയുന്നത് പോലെ വെലോസിറ്റി ഓഫ് വാട്ടർ ബിഫോർ സ്ട്രൈക്കിംഗ് ദ ജെറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ജെറ്റ്. നമ്മുടെ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും അതിന് ശേഷവും എന്താണ് അതിൻ്റെ വെലോസിറ്റി, അത് മാത്രമാണ് നമ്മൾക്കിവിടെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൻ്റെ ഫിഗർ നോക്കാം. ഇവിടെ ബാക്കി കാര്യങ്ങൾ പഴയത് തന്നെയാണ്. അതായത് ജെറ്റ് വരുന്നു, ജെറ്റിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ സ്മോൾ എ, അതിന്റെ വെലോസിറ്റി വി. നൗ ഇവിടെ നമ്മൾ പ്ലേറ്റ് ഉണ്ട്, ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് കമ്പാരിറ്റീവ്ലി ലെസർ വെലോസിറ്റി. വരുന്ന ജെറ്റിനേക്കാളും വരുന്ന ജെറ്റ് കൊണ്ടിട്ടാണ് ഇയാൾ മൂവ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇയാളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിനേക്കാളും കുറവായിരിക്കും. സോ യു എന്ന് പറയുന്ന ഒരു ചെറിയ വെലോസിറ്റി വി യു ഈസ് ലെസ് ദാൻ വി. യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജെറ്റ്. നമുക്കറിയാം, നമ്മളൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എറിയുന്ന അതിൻ്റെ വെലോസിറ്റിയോ അല്ല, അയാൾ ഓടുന്ന ആ ഒബ്ജക്റ്റ് ഓടുന്ന സ്പീഡിലും അല്ല സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു റിലേറ്റീവ് ടേമിലായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് കമ്പോണന്റിലായിരിക്കും. നമ്മൾ നേരത്തെ എപ്പോഴും പറയും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ആ രണ്ട് കാര്യങ്ങൾ, നമ്മൾ എറിയുന്നതും അയാൾ ഓടുന്നതും തമ്മിൽ ഒരു റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു നേച്ചർ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ഇനി റിലേറ്റീവ് എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് കമ്പോണന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിഫറൻസ് എടുക്കണം. എന്നാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടുപേര് വരുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ റിലേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യാറാണ് പതിവ്. രണ്ടുപേര് അയാൾ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ റിലേറ്റീവ് കമ്പോണന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. എന്നാൽ ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നമ്മളുടെ ജെറ്റ് മൂവ് ചെയ്യുന്നു, യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നമ്മളുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ വി എന്ന് പറയുന്ന വെലോസിറ്റി, യു എന്ന് പറയുന്ന രണ്ടാമത്തെ വെലോസിറ്റി, രണ്ട് വെലോസിറ്റിയിലും അല്ല സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന വെലോസിറ്റി വിച്ച് ഈസ് വി മൈനസ് യു. ഓക്കെ, കാരണം വിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് യു, അതുകൊണ്ടിട്ടാണ് ഇയാളുടെ റിലേറ്റീവ് കമ്പോണന്റ് നമ്മൾ ഡിഫറൻസ് എടുത്തിരിക്കുന്നത് വി മൈനസ് യു. സോ വി മൈനസ് യുവിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്തിട്ട് പ്ലേറ്റിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് അതേ വെലോസിറ്റിയിൽ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നു എലോങ് ദ സർഫസ് ഓഫ് ദ പ്ലേറ്റ്. ആ വാക്ക് ശ്രദ്ധിച്ചോണം. അതും PSCക്ക് ഒരു തവണ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡയറക്ഷനിലാണ് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം പോകുന്നത്? എലോങ് ദ സർഫസ് ഓഫ് ദ പ്ലേറ്റ്. എന്താണോ പ്ലേറ്റിന്റെ ഡയറക്ഷൻ, അതേ ഡയറക്ഷൻ. പ്ലേറ്റ് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും നമ്മളുടെ ജെറ്റ് പുറത്തോട്ട് പോകുന്നത്. സോ വി മൈനസ് യുവിൽ വരുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, വി മൈനസ് യുവിന്റെ അതേ വെലോസിറ്റിയിൽ തന്നെ പോകുന്നു, ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. ഇനി ഇവിടുത്തെ ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. സോ അത് മാത്രം നമ്മൾ ആലോചിച്ചിരുന്ന അത് ബേസിക് കാര്യം, അതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. സോ ഇവിടെ നമ്മൾ പറയുന്നത് മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് പെർ സെക്കൻഡ്. അവിടെ നമ്മൾ റോ എ വി പറഞ്ഞു, കാരണം അവിടെ വി വെലോസിറ്റി തന്നെ വരുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും പ്ലേറ്റിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത് വി അല്ല, വി മൈനസ് യു ആണ്. സോ റോ എ ഇൻറ്റു വി മൈനസ് യു നമ്മൾ ഇവിടെ എടുക്കേണ്ടി വരുന്നു. അഗെയിൻ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി വിത്ത് വിച്ച് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ
ഇനീഷ്യൽ വെലോസിറ്റി സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് v മൈനസ് യു ആണ്. ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. എക്സ് ഡയറക്ഷനിൽ കമ്പോണന്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഫിഗർ നോക്കിയാൽ അറിയാം നമുക്ക് എക്സ് ഡയറക്ഷനിൽ ഇൻലെറ്റ് മാത്രമേ ഉള്ളൂ, ഔട്ട്ലെറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് കമ്പോണന്റ് 0 എടുക്കുന്നു. സോ v മൈനസ് യു മൈനസ് 0. അഗെയിൻ v മൈനസ് യു 2 തവണയുണ്ട്. സോ റോ എ ഇൻറ്റു v മൈനസ് യു ദി ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ വർക്ക് ഡണ്ണും കൂടെ ഒന്ന് പറഞ്ഞു പോവാണ്. വർക്ക് ഡൺ ആക്ച്വലി വർക്ക് ഡൺ മാത്രമല്ല, വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടും. വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. ഇവിടെ ആരാണ് ഡിസ്പ്ലേസ് ആവുന്നത്? നമ്മളുടെ ജെറ്റ് കാരണം പ്ലേറ്റ് ആണ് ഡിസ്പ്ലേസ് ആവുന്നത്. സോ പ്ലേറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. പ്ലേറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിന്റെ വെലോസിറ്റി ആണ്. സോ പ്ലേറ്റിന്റെ വെലോസിറ്റി യു ആണ്. അതുകൊണ്ടിട്ട് വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു. യു എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ വെലോസിറ്റി. അടുത്തത് നമ്മൾ അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ആയിരുന്നു, അതിനെ നമ്മളൊന്ന് ചരിക്കുന്നു ഇൻ ദ സെൻസ് ഒരു തീറ്റ ഡയറക്ഷനിൽ നമ്മളൊന്ന് ഇൻക്ലൈൻ ചെയ്യിക്കുന്നു. ഹിയർ അഗെയിൻ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. വി മൈനസ് യു മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അയാൾ നോർമൽ ഡയറക്ഷനിൽ ഉള്ള അയാളുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് വി മൈനസ് യു. ഇത് തീറ്റയാണ്. ഇത് വരുന്ന കമ്പോണന്റ് വി മൈനസ് യു ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡയറക്ഷനിൽ അയാളുടെ കമ്പോണന്റ് തീറ്റ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് സൈൻ തീറ്റയായിരിക്കും. സോ വി മൈനസ് യു സൈൻ തീറ്റയാണ് അയാളുടെ നോർമൽ കമ്പോണന്റിലുള്ള വെലോസിറ്റി. സോ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു റോ എ വി മൈനസ് യു പഴയതുപോലെ ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വി മൈനസ് യു സൈൻ തീറ്റ മൈനസ് 0. ഹിയർ അഗെയിൻ റോ എ വി മൈനസ് യു സ്ക്വയർ സൈൻ തീറ്റ. ഇവിടെ നമുക്ക് നോർമൽ ഡയറക്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് ഡയറക്ഷൻ എന്നും വൈ ഡയറക്ഷൻ എന്നും. ഇതെല്ലാം നമ്മൾ സ്റ്റേഷനറി പ്ലേറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്, യാതൊരു ചേഞ്ചസും ഇല്ല. എഫ് എൻ സൈൻ തീറ്റ, എഫ് എൻ കോസ് തീറ്റ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ എ വി മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഹിയർ അഗെയിൻ നമ്മൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു യു. ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ ഏതായിരുന്നു വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മളെ ഫോഴ്സ് ഇൻറ്റു യു അല്ലേ? അതെ അതെ, കറക്റ്റ് ആണ്. അപ്പൊ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു യു എന്നല്ലേ വരണ്ടേ? അപ്പൊ ഇത് നോക്കി നമ്മള് അതെ, നമ്മൾ നോർമൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ അല്ലേ? നമ്മൾ അതിനെ റിസോൾവ് ചെയ്തു എഫ് എക്സ് എന്നും എഫ് ഐ എന്നും ആക്കി. കാരണം നമ്മൾ യൂഷ്വലി വർക്ക് ഡണ്ണും ഫോഴ്സ് ഒക്കെ പറയുന്നത് ജെറ്റിന്റെ ഡയറക്ഷനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ നോർമൽ ഡയറക്ഷന്റെ ആവശ്യമില്ല. നമ്മൾ നോർമൽ ഡയറക്ഷൻ ഇവിടെ പറഞ്ഞത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് അതാണ് എളുപ്പം. കാരണം അതിന് മാത്രമേ ഒരു ഡയറക്ഷനിൽ വരുന്ന ഡയറക്ഷനിൽ കമ്പോണന്റ് ഇല്ല, അതായത് 0 ആയി മാറും. ഇ മൈനസ് യു സൈൻ തീറ്റ മൈനസ് 0. സോ ഡിറൈവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫ് എൻ പറഞ്ഞത്. അതിനെ നമ്മൾ റിസോൾവ് ചെയ്ത് എഫ് എക്സ് എന്ന് എഫ് ഐ എന്ന് മാറ്റുന്നു. കാരണം എഫ് എക്സ് എന്ന് പറയുന്നതാണ് ആ ജെറ്റിന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ്. ജെറ്റിന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ ജെറ്റിന്റെ ഡയറക്ഷനുള്ള വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ജെറ്റിന്റെ ഡയറക്ഷനുള്ള എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എൻ സൈൻ തീറ്റയാണ്. സോ അതിന്റെ കൂടെ ഒരു സൈൻ തീറ്റ നമ്മൾ എഫ് എൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നായി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടി, ഇൻറ്റു യു ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇൻ എക്സ് ഡയറക്ഷൻ. നമ്മളെല്ലാം എക്സ് ഡയറക്ഷൻ ആണ് നമുക്ക് ആവശ്യം. എഗെയിൻ വൈ ഡയറക്ഷൻ ചില കേസിൽ വരാറുണ്ട്, പക്ഷെ എക്സ് ഡയറക്ഷൻ ആണ് നമ്മളുടെ മേജർ മെമ്പർ എന്ന് പറയുന്നത്. കാരണം അതുവഴിയുള്ള ഫോഴ്സ് അല്ലെങ്കിൽ അയാൾ കാരണം നമ്മളുടെ ടർബൈൻ കറങ്ങുന്നു, പമ്പ് കറങ്ങുന്നു, ഇതെല്ലാം നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷന് വിത്ത് റെസ്പെക്ട് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അടുത്ത അഗെയിൻ
നമ്മുടെ കേർവ്ഡ് പ്ലേറ്റ് ഹിയർ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കേസ് സെൻറ്ററിലാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ജെറ്റ് വരുന്നു വി വെലോസിറ്റിയിൽ, യു വെലോസിറ്റിയിൽ പ്ലേറ്റ് മൂവ് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു വി മൈനസ് യു. ഹിയർ അഗെയിൻ നമ്മളുടെ പ്ലേറ്റിൻ്റെ ഡയറക്ഷൻ തീറ്റയാണ്, സിമെട്രിക്കലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ മേലെയും താഴെയും നമുക്ക് തീറ്റ തന്നെയാണ്. വി മൈനസ് യുവിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, വി മൈനസ് യുവിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നു, വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റിലുള്ള ആളുകളെ രണ്ടായിട്ട് കമ്പോണൻ്റ് ആയിട്ട് മാറ്റാം. ഒന്ന് വി മൈനസ് യു കോസ് തീറ്റ, ഒന്ന് വി മൈനസ് യു സൈൻ തീറ്റ. ഇതെല്ലാം അവിടെ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. ഓൺലി തിങ് ഈസ് വി മൈനസ് യു ആയി. നേരത്തെ വി ആയിരുന്നു, ഇവിടെ വി മൈനസ് യു ആയി. വേറെ യാതൊരു ചേഞ്ചസും ഇല്ല. സോ വി മൈനസ് യുവിൽ എക്സ് ഡയറക്ഷൻ ഇൻകമിങ് വെലോസിറ്റി, ഔട്ട് ഗോയിങ് വെലോസിറ്റി വി മൈനസ് യു കോസ് തീറ്റ. പക്ഷേ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വി മൈനസ് യു കോസ് തീറ്റ ഉള്ളത്. വി മൈനസ് യു ഇൻകമിങ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അതുകൊണ്ടിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുന്നു, മൈനസ് വി മൈനസ് യു കോസ് തീറ്റ. സോ നമ്മുടെ ഇക്വേഷൻ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വി വൺ എക്സ് മൈനസ് വി ടു എക്സ്. ഇൻകമിങ് എക്സ് ഡയറക്ഷനിലുള്ളത്, ഔട്ട് ഗോയിങ് എക്സ് ഡയറക്ഷനുള്ളത്. ഇൻകമിങ് എക്സ് ഡയറക്ഷനുള്ളത് വി മൈനസ് യു ആണ്, ഔട്ട് ഗോയിങ് എക്സ് ഡയറക്ഷൻ ഉള്ളത് മൈനസ് വി മൈനസ് യു കോസ് തീറ്റയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി മൈനസ് യു പുറത്തെടുത്താൽ റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. Again, work done per second, rho a v minus u square, v minus u the whole square into 1 plus cos theta into u, displacement per time, plate displace ആവുന്നു, അതുകൊണ്ട് പ്ലേറ്റിന്റെ വെലോസിറ്റി u. ഇവിടെ നമ്മളൊരു എഫിഷ്യൻസി, ഇത് ഒരു ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി ഇതിൻ്റെ അടുത്ത സീരീസ് ഓഫ് കേർഡ് വെയിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ എഗെയിൻ ഇവിടെ നമ്മൾക്ക് കൺഫ്യൂസ് ചെയ്യിക്കാനുള്ളൊരു പോർഷൻ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യാണ്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിംഗിൾ കേർവ്ഡ് പ്ലേറ്റിൽ വന്ന് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് എഫിഷ്യൻസി ഓഫ് ജെറ്റ്? അപ്പോൾ ഒരു എഫിഷ്യൻസി ഓഫ് വെയിൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൻ്റെ എഫിഷ്യൻസി എന്താണ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും അറിയണം, ഇൻപുട്ടും അറിയണം. സോ ഔട്ട്പുട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജെറ്റ് വരുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, അത് കാരണം നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ പെർ സെക്കൻഡ് റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു. ഈ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഹൈ വെലോസിറ്റിയിൽ വരുന്ന ജെറ്റാണ്. ഹൈ വെലോസിറ്റിയിൽ വരുന്ന ജെറ്റാണ്. പ്രഷറിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജെറ്റിന്റെ അൾട്ടിമേറ്റ് എനർജി, ഇൻകമിങ് എനർജി എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ വരുന്ന ഒരു ജെറ്റ് കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ, എമ്മിന് പകരം റോ എ വി. ഒരു കാര്യം ശ്രദ്ധിക്കുക, വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആക്കണം. അതുകൊണ്ടിട്ടാണ് മാസിന് പകരം മാസ് ഫ്ലോ റേറ്റ് ആണ്, റോ എ വി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റോ എ വി എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ്. സോ റോ എ വി ഇൻറ്റു വി സ്ക്വയർ വിച്ച് ഈസ് ഹാഫ് റോ എ വി ക്യൂബ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ വർക്കാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് വരുന്ന ജെറ്റിന്റെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ പെർ സെക്കൻഡ്. സോ കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് പെർ സെക്കൻഡ് ഹാഫ് റോ എ വി ക്യൂബ്. ഇത് വെച്ചിട്ട് നമുക്കൊരു എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ, എഫിഷ്യൻസി ഓഫ് ഒരു സിംഗിൾ കർവ്ഡ് വെയിൻ പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി സപ്ലൈഡ് ബൈ ദ ജെറ്റ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റോ എ ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി ആ 1/2 ഡിനോമിനേറ്ററിൽ കിടന്ന ഡിനോമിനേറ്റർ 2 നേരെ മേളിൽ പോകുന്നു. 2 ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു ഡിവൈഡ് ബൈ വി ക്യൂബ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം ഓർ മിനിമം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ടു 0 കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ ആയിരിക്കും. യൂഷ്വലി അതിന് സെക്കൻഡ് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കണം. നമ്മൾ യൂഷ്വലി ചെയ്തു പോകാറില്ല. ഫസ്റ്റ് ഡിഫറൻഷ്യലിൽ തന്നെ കിട്ടുന്ന കണ്ടീഷനെ നമ്മൾ മാക്സിമം കണ്ടീഷൻ എടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്.
ഈ എഫിഷ്യൻസിയെ മാക്സിമൈസ് ചെയ്യിക്കുന്ന കണ്ടീഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഫോർ എ ഗീവൺ ജെറ്റ് വെലോസിറ്റി, അതായത് ഇൻപുട്ടിനെ നമ്മൾ ഇൻപുട്ടായിട്ട് വരുന്ന ജെറ്റ് വി എന്ന് പറയുന്നതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് യു എന്ന് പറയുന്ന മൂവിങ് പ്ലേറ്റിന്റെ സ്പീഡിനെ വേരിയബിൾ ആക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് യു ഈസ് ഈക്വൽ ടു വി ബൈ 3. അതായത് മൂവിങ് പ്ലേറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1/3 ഓഫ് ഇൻകമിങ് ജെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, മൂവിങ് പ്ലേറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1/3 ഓഫ് ഇൻകമിങ് ജെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജെറ്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ വെയിനിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ള കണ്ടീഷൻ യു ഈസ് ഈക്വൽ ടു വി ബൈ 3 ആണ് ഫോർ എ സിംഗിൾ കർവ്ഡ് വെയിൻ. ഇത് നല്ലോണം ശ്രദ്ധിച്ചോണേ, യു ഈസ് ഈക്വൽ ടു വി ബൈ 3 ഫോർ എ സിംഗിൾ കർവ്ഡ് വെയിൻ. ഇനി നമ്മൾ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻ പറയും, അവിടുത്തെ കണ്ടീഷൻ ഇതും ആയിട്ട് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് കൺഫ്യൂസ് ആവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. യു ഈസ് ഈക്വൽ ടു വി ബൈ 3 ഫോർ എ യു ഈസ് ഈക്വൽ ടു വി ബൈ 3 എന്ന് പറയുന്നതാണ് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഫോർ എ സിംഗിൾ കർവ്ഡ് വെയിൻ. ഓക്കെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നമ്മളുടെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നെല്ലാം തന്നെ നമ്മൾ മാറി നമ്മൾ സംവാട്ട് ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് സാധനം, അല്ലെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് ഇതാണ്. ഇതിലോട്ടുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് വെലോസിറ്റി ട്രയാങ്കിൾ ഫോർ എ കർവ്ഡ് വെയിൻ. ഇത് ആക്ച്വലി ഒരു സിംഗിൾ കർവ്ഡ് വെയിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഫോഴ്സ് പറയും, എന്നാൽ ഇതായിരിക്കില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചേഞ്ച് ഉള്ളതായിരിക്കും സീരീസ് ഓഫ് കർവ്ഡ് പ്ലേറ്റ്, അല്ലെങ്കിൽ കർവ്ഡ് പ്ലേറ്റ് അല്ലെങ്കിൽ കർവ്ഡ് വെയിൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം. Jet strikes the curved plate at one end tangentially when the plate is symmetrical. Symmetrical ഞാൻ ഹെഡിങ് ഇട്ട് മാറിപ്പോയതാണ്. സിമെട്രിക്കൽ അല്ല, ഇത് ആക്ച്വലി അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആണ്. അൺസിമെട്രിക്കൽ പ്ലേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് നമുക്ക് എക്സിറ്റിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സിമെട്രിക്കൽ എന്ന് പറയാം. ഇത് സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കൽ ആണ്. തീറ്റയാണ് ഇൻപുട്ട് ആംഗിൾ എങ്കിൽ ഔട്ട്പുട്ട് ആംഗിൾ ഫൈ ആയിരിക്കും. അതാണ് നമ്മളുടെ അൺസിമെട്രിക് ആംഗിൾ. അതായത് ഇതാണ് അതിൻ്റെ ആക്സിസ്, നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ആക്സിസ് എങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മിറർ ഇമേജ് ആയിരിക്കില്ല ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ യൂഷ്വൽ റിയലിസ്റ്റിക് കണ്ടീഷനിലെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ടാൻജൻഷ്യൽ സൈഡ്, ഇതാണ് നമ്മളുടെ ടാൻജൻഷ്യൽ സൈഡ്. ഇതിനകത്തോട്ട് v1 വെലോസിറ്റിയിൽ നമ്മളുടെ ജെറ്റ് വരുന്നു. നമ്മളുടെ പ്ലേറ്റിൻ്റെ വെലോസിറ്റി u1 ആണ്. u1 എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം എക്സ് ഡയറക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാണ്. അതായത് എക്സ് ഡയറക്ഷനിൽ പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. v1 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മളുടെ വെലോസിറ്റി വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് കമ്പോണൻറ്റ് നമ്മൾ പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഒബ്ജക്റ്റ് ഒരു ഡയറക്ഷനിൽ വരുന്നു, ഒരാൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഒബ്ജക്റ്റ് വരുന്ന ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിഫറൻസ് എടുത്താൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആഡ് ചെയ്തിരുന്നാൽ മതി. പക്ഷേ ഇവിടത്തെ സിറ്റുവേഷൻ ഇത് രണ്ടുമല്ല. v1 എന്ന് പറയുന്നത് വിച്ച് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് v1 വരുന്നത്. u1 എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഏത് വെലോസിറ്റിയിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്? ഓബ്വിയസ്ലി റിലേറ്റീവ് വെലോസിറ്റിയിലാണ്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡാണ്. ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വരുന്ന ആളുകൾ, അയാൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ റിലേറ്റീവ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിക്കാം. ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് അറിയാവുന്ന 2 പേരെ നമ്മൾ ട്രയാങ്കിളിലെ 2 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞൂടാത്ത റിലേറ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡായിരിക്കും.
ഇത്രയേ ഉള്ളൂ നമ്മളുടെ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ സപ്പോസ് V1 എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മളുടെ ജെറ്റ് വരുന്നു V1, അയാൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ഇനി U1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ബ്ലേഡിന്റെ വെലോസിറ്റി. സോ U1. സോ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡായിട്ട് ഞാൻ U1നെ V1നെ റെപ്രസെന്റ് ചെയ്താൽ മൂന്നാമത്തെ സൈഡ് VR1 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ റിലേറ്റീവ് കമ്പോണന്റ്. റിലേറ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡിൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന നമ്മളുടെ വെലോസിറ്റിയുടെ കമ്പോണന്റ് ആണ് VR1 എന്ന് പറയുന്നത്. VR1 റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡിൽ കൊള്ളുന്ന വെലോസിറ്റി. V1 വരുന്ന ജെറ്റിന്റെ വെലോസിറ്റി, U1 ബ്ലേഡിന്റെ വെലോസിറ്റി, കൊള്ളുന്ന വെലോസിറ്റിയാണ് VR1. അതാണ് റിലേറ്റീവ്. അത് കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ചു. ഇനി വരുന്ന ഈ ജെറ്റിന് V1 എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. അതിനെ നമ്മളൊന്ന് രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കാനായിട്ട്. അതിന്റെ ഹൊറിസോണൽ കമ്പോണന്റ് ആണ് VW1, അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് VF1. സോ ഇത്രയാണ് നമ്മളുടെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. V1 വരുന്നു, U1 വരുന്നു, ഇവർ രണ്ടുപേരും കാരണം സ്ട്രൈക്ക് ചെയ്യുന്നത് VR1, അയാൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. V1ന്റെ രണ്ട് കമ്പോണൻസ് VW1 ആൻഡ് VF1, അതിനെ നമ്മൾ ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഇനി VR1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നമ്മളുടെ പ്ലേറ്റിൽ കൊണ്ട് ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതേ വെലോസിറ്റിയിൽ ഇറങ്ങി വരും. സോ VR2 ആണ് നമ്മളുടെ റിലേറ്റീവ് വെലോസിറ്റി അറ്റ് എക്സിറ്റ്, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്ന ജെറ്റിന്റെ വെലോസിറ്റി. ഇനി നമുക്കിവിടെ VR2 അറിയാം, നമ്മളുടെ ബ്ലേഡിന്റെ വെലോസിറ്റി U2 അറിയാം. റിലേറ്റീവ് കമ്പോണന്റ്, അതായത് കൊള്ളുന്നത് അറ്റ് എക്സിറ്റ് അറിയാം, ബ്ലേഡിന്റെ വെലോസിറ്റി അറ്റ് എക്സിറ്റ് അറിയാം. അങ്ങനെയെങ്കിൽ ജെറ്റിന്റെ വെലോസിറ്റി അറ്റ് എക്സിറ്റ്, പുറത്തോട്ട് ഇറങ്ങി പോയ ജെറ്റിന്റെ വെലോസിറ്റി അറ്റ് എക്സിറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞ അതേ ലോ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ട്രയാങ്കിൾ മെത്തേഡ്. VR2 റിലേറ്റീവ് കമ്പോണന്റ് അറ്റ് എക്സിറ്റ് അറിയാം, U2 അറിയാമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആള് വിച്ച് ഈസ് V2. ഇവിടെ VR2 അറിയാം, U2 അറിയാം, അപ്പൊ മൂന്നാമത്തെ ആള് V2. ഹിയർ അഗെയിൻ V2 മേക്ക് ചെയ്യുന്ന രണ്ട് കമ്പോണൻസ് ആണ്, ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ് VF2, രണ്ട് ഹൊറിസോണൽ കമ്പോണന്റ് VW2. ഇനി ഇവരുടെയൊക്കെ പേര് നമുക്കൊന്ന് നോക്കാം. ഇനി V1 ഇൻലെറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ, ഔട്ട്ലെറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. VR1 ഇൻലെറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ, ഔട്ട്ലെറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. ഇനി ഇവരുടെ പേരൊക്കെ നമുക്കൊന്ന് നോക്കാം. V1 V2 എന്ന് പറയുന്നത് ജെറ്റിന്റെ വെലോസിറ്റി ആണ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, സോ അബ്സല്യൂട്ട്. U1 U2 എന്ന് പറയുന്നത് നമ്മളുടെ വെയിനിന്റെ വെലോസിറ്റി ആണ്. ഇവിടെ തൽക്കാലം വെയിൻ എന്ന് പറയുന്ന ആള് നമുക്ക് ഒരു സിംഗിൾ വെയിനേ ഉള്ളൂ, അയാൾ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ U1 എന്ന് പറയുന്നതും U2 എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. എങ്കിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി U1 U2 എന്ന് എടുത്തതേ ഉള്ളൂ. ഇനി VR1 VR2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, കൊള്ളുന്ന വെലോസിറ്റിയാണ് VR1 VR2. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ജെറ്റ് വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഗൈഡ് ബ്ലേഡ് ആംഗിൾ എന്നോ, അല്ലെങ്കിൽ ആൽഫയ്ക്ക് നമ്മൾ പ്രത്യേകം വിളിക്കുന്ന ഒരു പേര് നോസിൽ ആംഗിൾ എന്നോ ആണ്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, ഒരു ടർബൈനിന്റെ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒന്ന് ഒരു നോസിലും ഒന്ന് ഒരു മൂവിങ് ബ്ലേഡും ആണ്. സോ നോസിലിൽ നിന്നുമാണ് നമ്മളുടെ ജെറ്റ് വരുന്നത്, അല്ലെങ്കിൽ നോസിലിന് പകരം ഗൈഡ് ബ്ലേഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഗൈഡ് ബ്ലേഡും മൂവിങ് ബ്ലേഡും ആയിരിക്കും ടർബൈൻ്റെ മേജർ കമ്പോണന്റ്. സോ ഗൈഡ് ബ്ലേഡ് അല്ലെങ്കിൽ നോസിലാണ് ഒരു കമ്പോണന്റ്, മറ്റേത് മൂവിങ് ബ്ലേഡാണ്. ഇനി ഈ ജെറ്റ് പുറത്തോട്ട് വരുന്നത് ഈ നോസിൽ അല്ലെങ്കിൽ ഗൈഡ് ബ്ലേഡിന്റെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പിലായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ആംഗിൾ, അതായത് ഇതിൽ നിന്നും പുറത്തോട്ട് വരുന്ന വെലോസിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന ആംഗിളിന്റെ പേര് ഗൈഡ് ബ്ലേഡ് ആംഗിൾ അല്ലെങ്കിൽ നോസിൽ ആംഗിൾ എന്ന് നമ്മളിവിടെ പറഞ്ഞത്. ഇനി കൊള്ളുന്നത്, നമ്മളുടെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് ബ്ലേഡിന്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും, പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും ബ്ലേഡിന്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ടിട്ടാണ് കൊള്ളുന്ന ആളുകളായ VR1ഉം VR2ഉം മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയ്ക്കും ഫൈനും നമ്മൾ വിളിക്കുന്ന പേര്
വെയിൻ ആംഗിൾസ്, വെയിൻ അല്ലെങ്കിൽ ബ്ലേഡ് ആംഗിൾസ്, അതായത് മൂവിങ് ബ്ലേഡിന്റെ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്നും ഫൈ എന്നും വിളിക്കുന്നത്. സോ തീറ്റ എന്നും ഫൈ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ബ്ലേഡ് ആംഗിൾ അല്ലെങ്കിൽ വെയിൻ ആംഗിൾ, ആൽഫയും ബീറ്റ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗൈഡ് ബ്ലേഡ് ആംഗിൾ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വി എഫും ഒന്ന് വി ഡബ്ല്യു. അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് എലാബറേറ്റ് ആയിട്ടൊന്ന് ഞാൻ പറയാണ്. അതായത് നമ്മളുടെ ജെറ്റ് ഈ ടർബൈൻ്റെ അകത്തോട്ട് വരുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലേഡിലോട്ട് വരുന്നത് രണ്ട് കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ബ്ലേഡിന് ഇയാൾ കറക്കണം. രണ്ട്, ഇതിലൂടെ അയാൾ ഒഴുകി പുറത്തോട്ട് പോകണം. ഒന്ന് പുറത്തോട്ട് പോകണം, രണ്ട് കറക്കണം. സോ ഈ രണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ വെലോസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ് ഫ്ലോ എന്നും വേൾ എന്നും. ഓക്കെ, വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്നുള്ളതാണ് വി എഫ്, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. വി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് വേൾ. വേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങ്, ആ വേൾ പൂൾ എന്ന് പറയുന്ന ആ ഒരു ചുഴി അല്ലെങ്കിൽ ആ ഒരു കറക്കത്തിനാണ് അവിടെ വേൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വരുന്ന ജെറ്റിൽ ആരാണോ കറക്കാൻ പോകുന്നത്, വെയിനെ കറക്കാൻ പോകുന്നത്, അത് ആ കറക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ വി ഡബ്ല്യു. എന്നാൽ വരുന്ന ജെറ്റ് ഒഴുകിപ്പോവാനായിട്ട് സഹായിക്കുന്ന കമ്പോണന്റ് ആണ് വി എഫ് എന്ന് പറയുന്നത്. വി ഡബ്ല്യു എന്ന് പറയുന്നത് കറക്കാൻ സഹായിക്കുന്ന ആളും വി എഫ് എന്ന് പറയുന്നത് ഒഴുകിപ്പോവാനായിട്ട് സഹായിക്കുന്ന ആളും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വി എന്തിനാണ് വി എഫ്, എന്തിനാണ് വി ഡബ്ല്യു, എന്താണ് ഹൊറിസോണൽ കമ്പോണന്റ്, എന്താണ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹൊറിസോണൽ കമ്പോണന്റ് എന്ന് പറയുന്ന വി ഡബ്ല്യു കാരണമാണ് ഈ വെയിൻ മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കൽ കമ്പോണന്റ് വി എഫ് കാരണമാണ് ഇയാൾ ഫ്ലോ ചെയ്ത് പുറത്തോട്ട് പോകുന്നത്. അതാണ് വി എഫ് ആൻഡ് വി ഡബ്ല്യു എന്ന് പറയുന്ന വി വണ്ണിന്റെ രണ്ട് കമ്പോണന്റിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇനി ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലാണ് വരച്ചിരിക്കുന്നത്. എന്താണ് പെർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഒരു അക്യൂട്ട് ആംഗിൾ ആവാം, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആവാം, ഗ്രേറ്റർ ദാൻ 90 ആവാം. ഒന്നെങ്കിൽ ലെസ് ദാൻ 90 അക്യൂട്ട്, അല്ലെങ്കിൽ ഈക്വൽ ടു 90, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 90. ഗ്രേറ്റർ ദാൻ 90 എന്ന് പറയുമ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് വലത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും നമ്മൾക്ക് സംഭവിക്കാം. പക്ഷേ നമ്മൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. അത് നമുക്ക് അങ്ങനെ മൂന്ന് കണ്ടീഷൻ വരുമ്പോൾ അതിന്റെ ഇക്വേഷൻസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കി പോവാം. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. VR1 VR2 ഈക്വൽ ആണ്, U1 U2 ഈക്വൽ ആണ്. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് കമ്പോണന്റ് ആണ്. സോ റോ എ വി എന്ന് പറയുമ്പോൾ റോ എ VR1 ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ V1x മൈനസ് V2x ആണ്. എക്സ് കമ്പോണന്റിലുള്ള V1ന്റെ ആളും എക്സ് ഡയറക്ഷനിലുള്ള എക്സിറ്റിലുള്ള ആള്. നമുക്ക് ഇവിടെ എക്സ് കമ്പോണന്റിലുള്ള ഇൻലെറ്റ് എക്സിറ്റ് എന്ന് ആലോചിക്കുന്നതിനേക്കാളും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ആലോചിച്ചിരുന്നാൽ മതി. അത് ഞാൻ ഇവിടെ പറഞ്ഞതാണ്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അയാളെ മൂവ് ചെയ്യിക്കുക എന്ന് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് വി ഡബ്ല്യു ആണ്. വി ഡബ്ല്യു ആണ് നമ്മളുടെ വെയിനിനെ മൂവ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ എക്സ് ഡയറക്ഷനുള്ള കമ്പോണന്റ്. സോ അതുകൊണ്ടിട്ടാണ് റോയെ VR1 ഇൻറ്റു VW1 മൈനസ് VW2 ആണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ പ്ലസ് ആയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, VW1ന്റെ ഡയറക്ഷൻ വലത്തോട്ടും VW2ന്റെ ഡയറക്ഷൻ V2ന്റെ ഡയറക്ഷനിൽ ഇടത്തോട്ടാണ്. അതുകൊണ്ട് VW2ന്റെ ഡയറക്ഷനും ഇടത്തോട്ടായിരിക്കും. VW1ന്റെ ഡയറക്ഷൻ വലത്തോട്ടാണ്, VW2ന്റെ ഡയറക്ഷൻ ഇടത്തോട്ടാണ്. അതുകൊണ്ടിട്ടാണ് VW1 മൈനസ് VW2 എന്ന് പറയുന്നത് VW1 പ്ലസ് VW2 ആയിരിക്കുന്നത്. ഇത് ഞാൻ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന വെൻ ബീറ്റ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി, നമ്മൾ അതിന്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. ഇനി വെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ബീറ്റ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് നേരെ ഇരിക്കും. നമ്മളുടെ V2 എന്ന് പറയുന്നത് നേരെയായിരിക്കും. അതായത് അയാൾക്ക് യാതൊരു തരത്തിലുള്ള ഹൊറിസോണൽ കമ്പോണന്റും ഉണ്ടാവില്ല. സോ V2 എന്ന് പറയുന്നത് VF2 ആയിരിക്കും, VW2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ
നമ്മളുടെ ഇക്വേഷൻ VW2 0 ആകുമ്പോൾ റോ എ VR1 ഇൻറ്റു VW1 എന്നാവും. ഇനി ബീറ്റ വാല്യൂ ഒബ്റ്റ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ VW1ഉം VW2ഉം ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി VW1 മൈനസ് VW2. ഈ 3 കണ്ടീഷനെയും, അതായത് ബീറ്റ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി, ബീറ്റ വാല്യൂ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഈ 3 കണ്ടീഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്ന ഇക്വേഷൻ റോ എ VR1 ഇൻറ്റു VW1 പ്ലസ് ഓർ മൈനസ് VW2. ഇനി ഹിയർ അഗെയിൻ നമ്മൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പറയുന്നു. ഇവിടെയും ഡിസ്പ്ലേസ് ആവുന്നത് വെയിൻ തന്നെയാണ്. സോ ഇൻറ്റു യു മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ മതി, ഇൻറ്റു യു, കാരണം U1 ഈസ് ഈക്വൽ ടു U2, അതുകൊണ്ട് സിംപ്ലി യു. ഇനി ഈ ഒരു ടേമും കൂടെ ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ്, അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ്, അതായത് വെയിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഈസ് സംതിങ് കോൾഡ് ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ഹെഡ് എന്ന് പറയുന്ന ടേം നമ്മൾ ടർബൈനിലും പമ്പിലും എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഹെഡ്. അതായത് ഒരു പമ്പിന്റെ ആവശ്യം എന്ന് പറയുന്നത് ലോ ഹെഡിൽ നിന്നും ഹൈ ഹെഡിലോട്ട് പമ്പ് ചെയ്യുക. ടർബൈൻ എന്ന് പറയുന്നത് ഹൈ ഹെഡിൽ നിന്നും ലോ ഹെഡിലോട്ടുള്ള ഫ്ലൂയിഡിന്റെ എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഹെഡ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാനായിട്ടാണ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. നമുക്ക് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൾറെഡി ഉണ്ട്, അതിനെ നമ്മൾ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. വെയിറ്റ് എന്ന് പറയുമ്പോൾ mg ആണ്. mg എന്ന് പറയുമ്പോൾ റോ എ VR1 ഇൻറ്റു ജി ആണ്. സോ റോ എ VR1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/g ഇൻറ്റു VW1 പ്ലസ് ഓർ മൈനസ് VW2 ഇൻറ്റു യു എന്നുള്ളൊരു ടേമിലോട്ട് പോയി. അടുത്ത ഇനിയാണ് നമ്മൾ എഗെയിൻ നമ്മളുടെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ വന്നിരിക്കുകയാണ്. ഫോഴ്സ് എക്സേർട്ട് ഓൺ എ സീരീസ് ഓഫ് കേർവ്ഡ് വെയിൻസ് ആണ്. നല്ലോണം ശ്രദ്ധിച്ചോണം. ഇത് ഫിഗർ ഫ്ലാറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ആക്ച്വലി ഒരു കേർവ്ഡ് വെയിനിൽ സ്ട്രൈക്ക് ചെയ്യുന്നു ഓൺ എ സീരീസ് ഓഫ് കേർവ്ഡ് വെയിൻ. നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു സിംഗിൾ വെയിനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഒരു സിംഗിൾ വെയിൻ. ഇനി കേർവ്ഡ് വെയിൻ സീരീസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, സീരീസിന്റെയും സിംഗിൾ വെയിന്റെയും ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻ പെർ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആളുടെ കണ്ടുപിടിച്ചാലും എല്ലാവരുടെയും നോക്കിയാലും ഒരേപോലെ ആയിരിക്കും. എന്നാൽ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഒരു പെർട്ടിക്കുലർ വെയിനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് റോ എ ഇൻറ്റു VR1. പക്ഷേ സീരീസ് ഓഫ് വെയിൻസിന്റെ പ്രത്യേകത, സീരീസ് ഓഫ് വെയിൻസ് ആകുമ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ പുറത്തോട്ട് വരുന്ന ജെറ്റ് ഒന്നെങ്കിൽ ഈ പ്ലേറ്റിൽ ഇടിക്കും, അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന പ്ലേറ്റ് ഇടിക്കും, അല്ലെങ്കിൽ മൂന്നാമത് വരുന്ന പ്ലേറ്റ് ഇടിക്കും. അതായത് കംപ്ലീറ്റ്ലി വരുന്ന ജെറ്റിനെ ഇയാൾ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ദ മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് ദ വെയിൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് റോ എ വി ആയിട്ട് തന്നെ പറയാം. അതായത് ഇവിടെ നമ്മൾ റിലേറ്റീവ് കമ്പോണന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരാളിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് മാത്രം ആയതുകൊണ്ടിട്ടാണ് നമ്മൾ റിലേറ്റീവ് കമ്പോണന്റ് ഇവിടെ എടുത്തത്. പക്ഷേ ഇവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വരുന്ന മാസ് തന്നെയാണ് ഇവിടെ ഇടിക്കുന്നത്. വരുന്ന മാസിന്റെ ഫ്ലോ റേറ്റ് ആണ് റോ എ വി ഇടിക്കുന്നത്. അപ്പൊ റോ എ വി ഇവിടത്തെ കേസിൽ വരുന്ന മാസ് എല്ലാവരും ഒന്നും ഇടിക്കുന്നില്ല, ആ കൊള്ളുന്ന ആളുടെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ റോ എ VR1 എടുക്കുന്നത്, ഇവിടെ നമ്മൾ റോ എ വി എടുക്കുന്നത്. ഓക്കെ, സീരീസ് ഓഫ് വെയിൻസിലാവുമ്പോൾ ജെറ്റിൽ നിന്നുള്ള എല്ലാവരും വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് വരുന്ന മാസ് ഫ്ലോ റേറ്റ് തന്നെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് റോ എ വി. ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളും നമ്മൾ സെയിം തന്നെയാണ്. അതായത് നമ്മളൊരു കേർവ്ഡ് പ്ലേറ്റിന്റെ, ഒരു സിംഗിൾ കേർവ്ഡ് പ്ലേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, റോ എ വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു മൈനസ് വി മൈനസ് യു കോസ് തീറ്റ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ ഒന്നുകൂടെ ആ ഇക്വേഷൻ ഒന്നെടുത്ത് കാണിക്കാം. സിംഗിൾ കേർവ്ഡ് വെയിനിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻ റോ എ വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു മൈനസ് വി മൈനസ് യു കോസ് തീറ്റ എന്നായിരുന്നു. അതായത് മാസ് ഫ്ലോ റേറ്റിൽ റോ എ വി മൈനസ് യു എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് സീരീസ് ഓഫ് വെയിൻസിലാകുമ്പോഴത്തേനും നമുക്ക് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് റോ എ
വി into v minus u minus v minus u cos theta. So rho a v into v minus u cos theta into 1 plus cos theta എന്നാവും. Rho a v into v minus u into 1 plus cos theta into u ആവും work done per second എന്ന് പറയുന്നത്. Here again നമ്മൾ kinetic energy of issuing jet അതാണ് നമ്മുടെ incoming. So half rho a v cube. ഇവിടെ നിന്ന് നമ്മൾ ഒരു എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം. നമ്മൾ അവിടെ ഒരു സിംഗിൾ കേർവ്ഡ് വെയിൻ്റെ എഫിഷ്യൻസി പറഞ്ഞു നിർത്തിയായിരുന്നു. അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ u ഈസ് ഈക്വൽ ടു v/3 ആയിരുന്നു എങ്കിൽ ഇവിടെ സീരീസ് ഓഫ് വെയിൻസ് ആണ്. സീരീസ് ഓഫ് വെയിൻസിൻ്റെ കേസിൽ നമ്മളുടെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എന്ന് പറയുന്നത് u ഈസ് ഈക്വൽ ടു v/2 എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ കുഴപ്പിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഫോർ എ കേർവ്ഡ് വെയിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്, എന്നാൽ ഒരു സീരീസ് ഓഫ് വെയിൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്. സീരീസ് ഓഫ് വെയിൻസിൽ u ഈസ് ഈക്വൽ ടു v/2 ആണ്. സിംഗിൾ വെയിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് u ഈസ് ഈക്വൽ ടു v/3 ആണ്. അതിൽ നിന്ന് നമുക്ക് മാക്സിമം എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ കൂടെ കൊണ്ടുവരാം. 1 പ്ലസ് കോസ് തീറ്റ ബൈ 2. അപ്പോൾ ഈ ഒരു മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുകയാണ് എന്നുണ്ടെങ്കിൽ, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എക്സ് ഡയറക്ഷനിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങി വരണം. എക്സ് ഡയറക്ഷനിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെമി സർക്കുലർ കോൺഫിഗറേഷനിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് കറക്റ്റ് ഒരു യു പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് സെമി സർക്കുലർ. നമ്മൾ സെമി സർക്കുലർ എന്ന് പറയുമ്പോൾ വി വെലോസിറ്റിയിൽ വരുന്നു, സെമി സർക്കുലർ ഇടിച്ചിട്ട് അതേപോലെ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. സോ എക്സ് ഡയറക്ഷനിൽ തന്നെ ഇടത്തോട്ട് ഇറങ്ങിപ്പോവും. അത്തരം സിറ്റുവേഷനിലാണ് തീറ്റയുടെ വാല്യൂ 0 ആകുന്നത്. ഈ സെമി സർക്കുലർ കോൺഫിഗറേഷൻ ആണ് നമ്മളുടെ പെൽട്ടൺ വീൽ ടർബൈൻ. പെൽട്ടൺ വീൽ ടർബൈൻ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയാം. സോ പെൽട്ടൺ വീൽ ടർബൈനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 2 സെമി സർക്കുലർ കപ്പിനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അവിടെ എന്തുകൊണ്ട് സെമി സർക്കുലർ കോൺഫിഗറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 0 ആക്കാൻ. അങ്ങനെ തീറ്റയുടെ വാല്യൂ 0 ആക്കി കഴിഞ്ഞാൽ cos 0 1 ആണ്. 1 + 1 2, 2/2 1. which means maximum efficiency we can achieve is 100%. നമുക്ക് 100% വരെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വെയിനിൻ്റെ എഫിഷ്യൻസിയാണ്. വെയിനിൻ്റെ എഫിഷ്യൻസി 100% വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഗറേഷനാണ് നമ്മളുടെ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ കോൺഫിഗറേഷൻ, സെമി സർക്കുലർ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ടാൻജൻഷ്യൽ കാര്യമാണ് പറഞ്ഞത്. ടാൻജൻഷ്യലി വരുന്നു, ഹിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാൻജൻഷ്യലി ഉള്ളതിൻ്റെ ഫിഗറാണ്. ഈ സീരീസ് ഓഫ് വെയിൻസിൻ്റെ ഫിഗറാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ആ വീല് പോലെ കാണിച്ചിരിക്കുന്നത്. ടാൻജൻഷ്യലി ഇതിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് വരുന്നു. ഇനി നമുക്ക് റേഡിയൽ ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് റേഡിയൽ എന്താണ് മേജർ ചേഞ്ച്? വെലോസിറ്റി ട്രയാങ്കിൾസ് എല്ലാം സെയിം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ സിമിലർ തന്നെയാണ്. v1 വരുന്നു, u1 ആണ് ഇൻലെറ്റ് വെലോസിറ്റി, vr1ൽ കൊള്ളുന്നു, vr2ൽ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു, u2 അറിയാം, അതിൽ നിന്ന് നമുക്ക് v2 കണ്ടുപിടിക്കാം. v2ന്റെ ഹൊറിസോണൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ് vf2 എന്നും vw2 എന്നും പറയാം. ഇവിടെ അതുപോലെ തന്നെ ഹൊറിസോണൽ കമ്പോണന്റ് vw1 vf1 എന്ന് പറയാം. ഇവിടുത്തെ നമ്മളുടെ മേജർ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീലിന്റെ ഒരു പോർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ വീലിന്റെ സെന്റർ ആണിത്. ഈ സെന്ററിൽ നിന്നും R1 ആണ് നമ്മളുടെ ഔട്ടർ ഡയ, R2 ആണ് നമ്മളുടെ ഇന്നർ ഡയ. ഇത് ഈ വീല് കറങ്ങുന്നത് ഒമേഗ ആണ് അതിന്റെ സ്പീഡ് എന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ ടിപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാൻജന്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. സോ ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ടിപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന u1ന്റെയും u2ന്റെയും വാല്യൂ, r റേഡിയസ് ഒമേഗയാണ് സ്പീഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, r ഒമേഗ. സോ ഇൻലെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് r1 ഒമേഗയും ഔട്ട്ലെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് r2 ഒമേഗയും. വിച്ച് മീൻസ് u1 എന്ന് പറയുന്നത് r1 ഒമേഗയും u2 എന്ന് പറയുന്നത് r2 ഒമേഗയായിട്ട് മാറും. നമുക്ക് ടാൻജൻഷ്യലി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയാൽ, പക്ഷേ റേഡിയലി വരുമ്പോൾ ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്, r1 ഒമേഗ ആൻഡ് r2 ഒമേഗ. സോ
ഇവിടെ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റോട്ടറി മോഷനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. റോട്ടറി മോഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ലീനിയർ ഡയറക്ഷനുള്ള കാര്യമാണ്. ഇനി നമ്മൾ റോട്ടറി ഡയറക്ഷനിൽ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റോട്ടറി ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ലീനിയറിനുമായിട്ട് വളരെ ഇന്റർപോളേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റോട്ടറി ഡയറക്ഷനുള്ള കാര്യം. അപ്പോൾ ഹിയർ അഗെയിൻ പഴയതുപോലെ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് റോ എ V1. ഇവിടെ നമ്മൾ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാം. സോ നമുക്ക് ആദ്യം മൊമെന്റം കണ്ടുപിടിക്കാം. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ റോ എ V1 ഇൻറ്റു VW1. എന്തുകൊണ്ട് VW1? നമ്മൾ V1x ആണ് എടുക്കേണ്ടത്. എക്സ് ഡയറക്ഷനിലുള്ള V1ന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ നമ്മളുടെ ബ്ലേഡിനെ കറക്കുന്ന ആളെന്ന് പറയുന്നത് VW ആണ്. അതുകൊണ്ടിട്ടാണ് VW1. ഹലോ, ഓക്കെ. സോ റോ എ V1 ഇൻറ്റു VW1 ആണ് മൊമെന്റം അറ്റ് ഇൻലെറ്റ്. മൊമെന്റം അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് റോ എ V1 ഇൻറ്റു VW2. മൈനസ് എന്തുകൊണ്ട് വന്നു? VW1ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് VW2. ഇനി ആംഗുലർ മൊമെന്റം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. മൊമെന്റത്തിനെ ആംഗുലർ മൊമെന്റം ആക്കാനായിട്ട് നമ്മൾ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ മാത്രം മതി. സോ ഇൻലെറ്റ് മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ R1ഉം ഔട്ട്ലെറ്റ് മൊമെന്റം കണ്ടുപിടിക്കുമ്പോൾ R2 കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആംഗുലർ മൊമെന്റം ആക്കുന്നു. അതിൽ നിന്നും നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അതിന് റോട്ടറി ഡയറക്ഷൻ, ഫോഴ്സിന് പകരം റോട്ടറി ഡയറക്ഷനുള്ള ആളാണ് ടോർക്ക്, ട്വിസ്റ്റിംഗ് ഫോഴ്സ് ടോർക്ക്. ഇനി അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിരുന്നു എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ഡയറക്ഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. സോ ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം മൈനസ് ഫൈനൽ ആംഗുലാർ മൊമെന്റം റോ എ V1 VW1 R1 മൈനസ് റോ എ V1 VW2 R2. റോ എ V1 പുറത്തെടുത്തു, VW1 R1 പ്ലസ് VW2 R2. വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ നമ്മൾ ചെയ്തത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. റോട്ടറി ഡയറക്ഷൻ ആകുമ്പോൾ ഫോഴ്സിന് പകരം ടോർക്ക്, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി. സോ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ചെയ്യുന്നു. ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ R1 ഒമേഗ U1 ആയി, R2 ഒമേഗ U2 ആയി. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ റോ എ V1 VW1 U1 പ്ലസ് VW2 U2 എന്നായി. ഇത് ബീറ്റ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ VW2 ഉണ്ടാവില്ല. ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ പ്ലസ് മാറി മൈനസ് ആവും. VW1ഉം VW2ഉം ഒരേ ഡയറക്ഷനിലാവും. അപ്പോൾ നമ്മളുടെ ഒരു ഇക്വേഷനെ ജനറലൈസ് ചെയ്താൽ റോ എ V1 ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 എന്ന് എഴുതാം. ഹിയർ അഗെയിൻ നമ്മൾ കൈനറ്റിക് അതിൻ്റെ എഫിഷ്യൻസിയും കൂടെ എഴുതിയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെഷീൻസിന് വേണ്ട കാര്യങ്ങളായിരുന്നു. അവിടെ നമ്മൾ സാധാരണ ഒരു വെർട്ടിക്കൽ പ്ലേറ്റിൽ നമ്മളുടെ ഇത് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് പറഞ്ഞ് നമ്മൾ വെർട്ടിക്കൽ പ്ലേറ്റിനെ ഇൻക്ലൈൻഡ് ആക്കി, അതിനെ കേർവ് ആക്കി, ആ പ്ലേറ്റിനെ നമ്മൾ മൂവ് ചെയ്യിച്ചു, എഗെയിൻ അതിനെ ഇൻക്ലൈൻഡ് ആക്കി കേർവ് ആക്കി, പിന്നെ നമ്മൾ സീരീസ് ഓഫ് പ്ലേറ്റ് ആക്കി, അവിടെയും സീരീസ് ഓഫ് പ്ലേറ്റിനെ കേർവ്ഡ് ആക്കി, അതിനെ റേഡിയൽ ആക്കി, ടാൻജൻഷ്യൽ ആക്കി. എന്നാൽ മാത്രമേ നമുക്കൊരു എൻറ്റയർ ഹൈഡ്രോളിക് മെഷീൻസിനകത്തോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്. ഇനി നമുക്ക് നമ്മുടെ MCQ ഒന്ന് നോക്കാം. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്. ആക്ച്വലി ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സിൽ നിന്ന് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സിൽ അങ്ങനെ വരാറുള്ളൂ. അത് ബേസ് ഉണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് അത് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ടർബൈൻസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അത് ഒന്ന് നല്ലോണം പഠിക്കുക, എന്നിട്ട് ടർബൈൻസിലോട്ട് പോവുക. എങ്കിലും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം തന്നെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് W is equal to specific weight of water, A is equal to area of jet, V is equal to velocity of jet, then force exerted by the jet of water impinging normally on a fixed plate. Okay, impinging force exerted by jet of water impinging normally on a fixed plate. Fixed plate ആണ്, നോർമലി ആണ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മുടെ പ്ലേറ്റ് ഇരിക്കുന്നു. ഇത് ഫോഴ്സ് എക്സേർട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം മൂവിങ് ഫിക്സഡ് പ്ലേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ മൂവിങ് അല്ല,
ഫിക്സഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ നമുക്ക് ഫോഴ്സ് എക്സേർട്ടറിന്റെ ഇക്വേഷൻ റോ എ വി സ്ക്വയർ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ റോ എ വി സ്ക്വയർ ആണ്, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും തന്നെ റോ എ വി സ്ക്വയർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും ഇതിനോടത്തോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ജി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബൈ എം ജി ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം ആണ് നമ്മുടെ വെയിറ്റ് ബൈ വോളിയം ആണ് നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. സോ എം ജി ബൈ വോളിയം, എം ബൈ വി എന്ന് പറയുമ്പോൾ റോ ആയി. സോ റോ ജി. സോ റോ ജി ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനിൽ നമുക്ക് റോ എ വി സ്ക്വയർ ആണെന്ന് എന്തായാലും അറിയാം. സോ അവസാനത്തെ രണ്ട് ഓപ്ഷൻ നമുക്ക് വേണ്ട, വി എന്ന് പറയുന്ന ഒറ്റ ടേമിലേ ഉള്ളൂ. സോ ആദ്യത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഡബ്ല്യുവിന് വരെ റോ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി ക്യാൻസൽ ചെയ്ത് പോകും, റോ എ വി സ്ക്വയർ. സോ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ബി നോക്കണ്ട, കാരണം അതിൻ്റെ അകത്ത് ബൈ 2 ഉണ്ട്, അതിൻ്റെ കാര്യമില്ല. നമ്മളുടെ ഇക്വേഷൻ റോ എ വി സ്ക്വയർ ആണ്. സോ റോ ജി എ വി സ്ക്വയർ, ജി കട്ട് ചെയ്യുന്നു, റോ എ വി സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതും അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഒരു ഇതിലായിരുന്നു. അതിൻ്റെ കോഡ് 382/2014 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹിയർ അഗൈൻ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലൂയിഡ് ജെറ്റ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എ ആൻഡ് വെലോസിറ്റി വി ആൻഡ് ഡെൻസിറ്റി റോ സ്ട്രൈക്സ് എ ഫ്ലാറ്റ് പ്ലേറ്റ് ബി ആണോ മൂവിങ് വിത്ത് ഡി? ഓക്കെ, മൂവിങ് വിത്ത് വെലോസിറ്റി യു. അതെ, മൂവിങ് ആണ്. അപ്പോൾ മൂവിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വെരി ഗുഡ്. അടുത്തത്, ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗിന് ചോദിച്ചതാണ്. ദ റേഷ്യോ ഓഫ് ഫോഴ്സസ് എക്സേർട്ടഡ് ബൈ വാട്ടർ ജെറ്റ് when it is made to strike a stationary flat plate held normal to it and a flat plate moving in the direction of jet at 1/3 of the velocity of jet would be. അതായത് രണ്ട് ഫോഴ്സസിന്റെ റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് നോർമലായിട്ട് വെച്ചിരിക്കും, നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇക്വേഷൻ റോ എ വി സ്ക്വയർ. രണ്ടാമത്തെ കേസ് ഫ്ലാറ്റ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഓക്കെ, മൂവിങ് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് ഇവിടുത്തെ കണ്ടീഷൻ. മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് അറ്റ് 1/3 ഓഫ് ദി വെലോസിറ്റി ഓഫ് ജെറ്റ്. അതായത് ആ മൂവ് ചെയ്യുന്ന പ്ലേറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1/3 ഓഫ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആയിരിക്കും. അപ്പോൾ F1 ഇക്വേഷൻ റോ എ വി സ്ക്വയർ, F2 ഇക്വേഷൻ മൂവിങ് ആണ് റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, യു എന്ന് പറയുന്നത് വി ബൈ 3 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F1 ബൈ F2 എടുക്കാം. അതിനകത്ത് റോ എ കട്ട് ചെയ്യാം. സോ വി സ്ക്വയർ ഡിവൈഡ് ബൈ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ. യുക്ക് പകരം വി ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി മൊത്തത്തിലും കട്ട് ചെയ്ത് കളയാം. സോ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ. 1 മൈനസ് 1/3 എന്ന് പറയുന്നത് 2/3 വരും. 2/3 സ്ക്വയർ എന്ന് പറയുന്നത് 4/9 വരും. ഡിനോമിനേറ്ററിലാണ് 4/9, അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 9/4 എന്ന് പോകും. സോ 9/4 ആണ് നമ്മളുടെ ആൻസർ, ഓപ്ഷൻ ബി. കുഴപ്പമുണ്ടോ അത്? ഓക്കെ. അടുത്തത് സീനിയർ ഡ്രില്ല് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ഈസ് ഗിവൺ ബൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. സ്റ്റേഷനറി ആണ്, വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്, ഡയറക്ഷൻ ഓഫ് ജെറ്റിൽ വെച്ചിരിക്കുന്നത്. ഫോഴ്സ് എക്സേർട്ടഡ് ഏത് വരും? ഓപ്ഷൻ എ ആണോ? സൈൻ തീറ്റയ്ക്ക് ഉണ്ടോ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് വാട്ടർ ഓൺ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്. റോ എ വി സ്ക്വയർ അല്ലേ? ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 1-2 MCQ വേറെയാണ്, ചോദിച്ചിട്ടില്ലാത്തതാണ്, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ദ വർക്ക് ഡൺ ഓർ പവർ ഡെവലപ്ഡ് ബൈ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ ഫിക്സഡ് പ്ലേറ്റ് എന്ത് വരും? സീറോ. വെരി ഗുഡ്. കാരണം ഫിക്സഡ് ആണ് പ്ലേറ്റ്,
അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലേറ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, സോ 0. ഇത് വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും നമ്മളെ കുഴപ്പിക്കാനായിട്ട് അത് ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോളാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിപ്പോയി. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഗേറ്റിന്റെയോ അല്ലെങ്കിൽ എഞ്ചിനീയർ സർവീസിന്റെയോ ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും വരുന്നത്. സോ നമ്മളെ കുഴപ്പിക്കുന്ന രീതിക്കുള്ള ആൻസറും കൂടെ ഓപ്ഷൻസിൽ ഉണ്ടാവും. അതും കൂടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഫിക്സർ ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ വർക്ക് ഡൺ ഓർ പവർ ഡെവലപ്പ്, 0 ആണ്. അടുത്തത് എഗെയിൻ ഇപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ച് കാണുന്നത്. അതിനകത്ത് ഈ ഇടയ്ക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പോസ്റ്റിൻ്റെ പേര് ഞാൻ എഴുതാനായിട്ട് മറന്നുപോയി. ഇപ്പോൾ ചോദിക്കുന്നത് ടൈപ്പ് ഓഫ് ഇതേപോലെ, അതായത് ഡയമീറ്റർ ഓഫ് ജെറ്റ് തരുന്നു, വെലോസിറ്റി തരുന്നു, അതിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. സോ ഒരു ക്വസ്റ്റ്യൻ, ജെറ്റ് ഓഫ് വാട്ടർ 75 mm ഡയമീറ്റർ ഹാവിങ് എ വെലോസിറ്റി 20 m/s സ്ട്രൈക്സ് നോർമലി എ ഫ്ലാറ്റ് സ്മൂത്ത് വെർട്ടിക്കൽ പ്ലേറ്റ്. ഫ്ലാറ്റ് സ്മൂത്ത് വെർട്ടിക്കൽ പ്ലേറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. ഡിറ്റർമൈൻ ദി ത്രസ്റ്റ് ഓൺ ദ പ്ലേറ്റ് ഇഫ് ദ പ്ലേറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. ത്രസ്റ്റ് തന്നെയാണ് ഫോഴ്സ്. സോ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ρ(a)v². ഇത് തന്നെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. സിംപ്ലി നമ്മളാൽ കഴിയുന്ന സിംപ്ലിഫിക്കേഷൻ നടത്തുക. അതിന് അപ്രോക്സിമേറ്റ് ആൻസർ നമ്മളുടെ ഓപ്ഷനിൽ കാണും. 1767 ആണ് നമ്മളുടെ ആൻസർ. സോ 68 നമ്മളുടെ ഓപ്ഷനിലുണ്ട്. ഇത് നല്ലോണം ശ്രദ്ധിച്ചോളുക. നമ്മൾ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം അതിനോട് അടുത്തുള്ള ബാക്കി നമ്പേഴ്സ് ഉണ്ട്. 1700 വരെ അതിൻ്റെ അടുത്തുള്ള ഓപ്ഷൻസും തരുന്നുണ്ട്. സോ കുറച്ചും കൂടെ നമ്മൾ മെനക്കെട്ടിരുന്ന് കാൽക്കുലേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്നാലേ ഇതിനോട് നമുക്ക് അടുത്തൊരു ആൻസർ കിട്ടത്തുള്ളൂ. അടുത്തത്, ദ റേഷ്യോ ഓഫ് നോർമൽ ഫോഴ്സ് ഓഫ് എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degree ആസ് കമ്പയർഡ് ടു ദാറ്റ് വെൻ ദ പ്ലേറ്റ് ഈസ് നോർമൽ ടു ജെറ്റ്. ഒന്ന് ഒരു ആംഗിളിലുണ്ട്, മറ്റേത് നോർമൽ. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പറയണം. ഒന്ന് നോർമൽ ഡയറക്ഷൻ ρ(a)v² sin θയാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ρ(a)v² ആണ്. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 degree. സോ നോർമൽ ഡിവൈഡ് ബൈ fx ചെയ്യുമ്പോൾ നമുക്ക് ρ(a)v² കട്ട് ചെയ്ത് പോകുന്നു. sin 30യുടെ വാല്യൂ 1/2. സോ 1/2 ആണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. സോ ഇതിൻ്റെ ഈ ഇമ്പാക്ട് ഓഫ് ജെറ്റിനകത്ത് വരുന്നതെല്ലാം തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയിരിക്കും. വളരെ റെയർ ആയിട്ടൊക്കെയാണ് ഈ പറയുന്ന പോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത്, എ ജെറ്റ് ഓഫ് വാട്ടർ ഈസ് സ്ട്രൈക്കിംഗ് അറ്റ് ദ സെന്റർ ഓഫ് എ കർവ്ഡ് വെയിൻ മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഫോർ ദ മാക്സിമം എഫിഷ്യൻസി ദ വെയിൻ വെലോസിറ്റി ഈസ് ഡാഷ് ഓഫ് ദ ജെറ്റ് വെലോസിറ്റി. ആരെങ്കിലും ഒന്ന് പറയൂ? 1/3 അല്ലേ? അതായത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. സെന്റർ ഓഫ് എ കർവ്ഡ് വെയിൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എ കർവ്ഡ് വെയിൻ ഒരു വെയിനേ ഉള്ളൂ അല്ലേ? ഒരു വെയിനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എഫിഷ്യൻസി കണ്ടീഷൻ 1/3 ആണ്. u = v/3 ആണ്. സീരീസ് ഓഫ് വെയിൻസിലാണ് നമുക്ക് u = v/2, അതായത് 1/2 വരുന്നത്. സോ അത് നല്ലോണം ശ്രദ്ധിച്ചോണം. ഇവിടെ എ കർവ്ഡ് വെയിൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് u = v/3 ആണ് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ. അടുത്തത്, in a stationary vertical plate the jet after striking the plate will move. ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനെ ചിന്തിക്കേണ്ട. ഇതൊരു സ്റ്റേഷനറി ആയിക്കോട്ടെ, മൂവിങ് ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി ദ കണ്ടീഷൻ, ദ ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് വിൽ മൂവ് എലോങ് ദ പ്ലേറ്റ്. എന്താണോ പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ അതേ ഡയറക്ഷനിൽ അങ്ങ് പൊക്കോളും. സോ പാരലൽ പെർപെൻഡിക്കുലർ എന്നുള്ള ഒരു വാക്കിനേക്കാളും വളരെ ആപ്റ്റ് ആയിട്ട് ചേരുന്നത് എലോങ് ദ പ്ലേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഏതൊരു കണ്ടീഷൻ, സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ്, ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലേറ്റ്, അങ്ങനെ ഒരു കാര്യമേ നോക്കണ്ട. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് ഇറ്റ് വിൽ മൂവ് എലോങ് ദ പ്ലേറ്റ് വിത്തൗട്ട് ഫ്രിക്ഷൻ. മീൻസ് ഫ്രിക്ഷൻ ഒന്നും ഇല്ല, വളരെ ഐഡിയൽ ആണ് എന്നുണ്ടെങ്കിൽ. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ എലോങ് ദ പ്ലേറ്റ്. അടുത്തത്, അഗെയിൻ ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയ, നോസിൽ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഓബ്വിയസ്ലി നോസിൽ ഏരിയ തന്നെ ആയിരിക്കും നമ്മളുടെ ജെറ്റിന്റെ ഏരിയ. ഇംപിഞ്ചസ് പെർപെൻഡിക്കുലർലി, അഗെയിൻ ഒരു ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്. ഇവിടെ മൂവിങ് ആണ്. വെലോസിറ്റി 15/s, ദ വെലോസിറ്റി ഓഫ് ദ പ്ലേറ്റ് 5 m/s. സോ ρ(a) × v - u the whole square അല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എങ്ങനെയാണ്? v - u 15 - 5 10 സ്ക്വയർ 100 ഇൻറ്റു ρ(a) ഇൻറ്റു a എന്ന് പറയുന്നത് 0.0015, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.15 ആവും. വാട്ടർ ആണ്, വാട്ടറിന്റെ ഡെൻസിറ്റി 1000. സോ 1000 × 0.15 150 ന്യൂട്ടൺ അല്ലേ?
നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. അടുത്തത് ഇത് എവിടെയോ ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻ എഫ് ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി ഓഫ് എം വി ഈസ് കോൾഡ് ആസ്. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ ബേസിക് ആണ്. അതായത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ബേസിക് പോർഷനിൽ വരുന്നതാണ് നമ്മളുടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഓർ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്നോ അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നോ പറയാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അതായത് നെറ്റ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് മൊമെന്റം ആണ് സിഗ്മ എഫ്. അതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. എഫ് ഇൻറ്റു അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി ടി ഈസ് ഈക്വൽ ടു ഡി ഓഫ് എം വി. ഇവിടെ ഡി ഓഫ് എം വി എന്ന് പറയുന്നതാണ് നമ്മളുടെ ചേഞ്ച് ഇൻ മൊമെന്റം. എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. അതായത് ഒരു ഫോഴ്സ് നമുക്ക് കൊണ്ട് ഒരു ഫോഴ്സിനെ കൊണ്ട് മൊമെന്റം കിട്ടിക്കുക അല്ലെങ്കിൽ മൊമെന്റത്തിന് ചേഞ്ച് വരുത്തുക, അതാണ് നമ്മളുടെ ഇമ്പൾസ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇമ്പൾസ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് മൊമെന്റം ആണ്. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഓപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഓബ്വിയസ്ലി അത് തന്നെയാണ്. കാരണം എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ഇമ്പൾസും ഡി ഓഫ് എം വി എന്ന് പറയുന്നത് മൊമെന്റം. സോ ഇമ്പൾസ് മൊമെന്റത്തിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷനാണ്. ഇമ്പൾസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് ആക്ച്വലി ഒരു ടർബൈൻ ആണ്, ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ. സോ നമുക്ക് ഇവിടുത്തെ ആൻസർ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വെലോസിറ്റി ട്രയാങ്കിളിനകത്തുള്ളതാണ്. ഇൻ എ വെലോസിറ്റി ട്രയാങ്കിൾ അറ്റ് ഔട്ട്ലെറ്റ്, ഔട്ട്ലെറ്റിൽ നമുക്ക് ആംഗിൾ ബീറ്റ വരുള്ളൂ. ഇഫ് ആംഗിൾ ബീറ്റ ഈസ് 90 ഡിഗ്രി ദെൻ വി എഫ് ടു ഈസ് ഈക്വൽ ടു എന്ത് വരും? ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? വി ഡബ്ല്യു ടുവിന്റെ വാല്യൂ എന്തായിരിക്കും? ഓർക്കുന്നുണ്ടോ? ഹലോ, വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബീറ്റ വാല്യൂ ലെസ് ദാൻ 90 വരാം, ഈക്വൽ ടു 90 വരാം, ഗ്രേറ്റർ ദാൻ 90 വരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലെസ് ദാൻ 90യുടെ ട്രയാങ്കിൾ ആണ് നമ്മൾ വരച്ചത്. ഈക്വൽ ടു 90 ആകുമ്പോൾ വി ടു എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ട് മാറും. വി ടു വിൽ ബി ഈക്വൽ ടു വെർട്ടിക്കൽ. വി ടു വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല എന്ന് പറയുമ്പോൾ വി ഡബ്ല്യു ടു വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ ആ വി ടു എന്ന് പറയുന്നതിന് ഒരേ ഒരു കമ്പോണന്റേ ഉള്ളൂ, അതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ആ വെർട്ടിക്കൽ കമ്പോണന്റ് പേരാണ് വി എഫ് ടു. അപ്പോൾ നമ്മളുടെ വി എഫ് ടുവിന്റെ വാല്യൂ എന്തായിരിക്കും? വി ടു ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. വെലോസിറ്റി ട്രയാങ്കിളിൽ ബീറ്റ വാല്യൂ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ വി ടുവിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല, വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വി ടു ഈസ് ഈക്വൽ ടു വി എഫ് ടു. ഓക്കെ ആണോ? അടുത്തത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എഫിഷ്യൻസി ഓഫ് ജെറ്റ് ഓഫ് വാട്ടർ ഹാവിംഗ് വെലോസിറ്റി വി സ്ട്രൈക്കിംഗ് സീരീസ് ഓഫ് വെർട്ടിക്കൽ പ്ലേറ്റ്സ് യു ഇസ് ഈക്വൽ ടു വി ബൈ ടു അല്ലേ? കാരണം എ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ വി ബൈ 3, ഇവിടെ ആണെങ്കിൽ നമുക്ക് വി ബൈ 2. അടുത്തത് നമ്മളെ വെലോസിറ്റി ട്രയാങ്കിളിന്റെ ഒരു കണ്ടീഷനാണ്. ഫോർ ദ ഫ്രിക്ഷൻലെസ് ഫ്ലോ ഫ്രം ജെറ്റ് വെലോസിറ്റീസ് ആർ. ഫ്രിക്ഷൻലെസ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി തന്നെ ഇറങ്ങി വരും. സോ വി ആർ വൺ ഈക്വൽ ടു വി ആർ ടു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അവസാനത്തെ രണ്ടെണ്ണം. വെൻ എ സ്റ്റഡി വാട്ടർ ഇംപിഞ്ചസ് ഓൺ എ ഫിക്സഡ് ഇൻക്ലൈൻഡ് സർഫസ് ഫോർ ദി അതർ പൊസിഷൻ. ഒരു സ്റ്റഡി വാട്ടർ ഒരു ഫിക്സഡ് ഇൻക്ലൈൻഡ് സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ സർഫസ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അല്ലേ? നോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നാൽ എന്തായാലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ the momentum in the direction parallel to the surface is unchanged. നമ്മളുടെ മൊമെന്റത്തിന് ചേഞ്ച് വരുന്നത് കൊണ്ടിട്ടാണ് അവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബിയും തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ ഡിയും കൂടെ വായിച്ചിട്ട് ഓപ്ഷൻ സിയിലോട്ട് വരാം. ദ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ഫോർ ദാറ്റ് പോർഷൻ ഓഫ് ജെറ്റ് ദാറ്റ് ടേൺസ് ത്രൂ മോർ ദാൻ 90 ഡിഗ്രി ആൻഡ് ഇൻക്രീസ്. നമ്മൾക്ക് ഒരിക്കലും സ്പീഡ് റെഡ്യൂസ് ആവുന്നില്ല, കൊള്ളുന്ന വെലോസിറ്റി തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. സോ അതുമല്ല ഓപ്ഷൻ. ദ ഫ്ലോ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ് പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ സർഫസ്. നമ്മളുടെ ആ ഇൻക്ലൈൻഡ് സർഫസിന്റെ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാൾ രണ്ടായിട്ട് തിരിയും. ശരിക്കും ആ ഫ്ലോ എന്ന് പറയുന്നത് അവിടെ
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോവും. ഓക്കെ, അതുകൊണ്ടിട്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ. ബാക്കി ആൻസറുകൾ റോങ് ആകുമ്പോൾ സി ശരിയാവുന്നതല്ല, ശരിക്കും സി തന്നെയാണ് ഇവിടെ നമുക്ക് ആക്യുറേറ്റ് ആൻസർ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്സ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടർബൈൻസിലോട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ.